കുടുംബത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്നിപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. ആദ്യമായിട്ട് കാണുന്നവർക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും. എൻ്റെ കൂടെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. കർത്താവിൻ്റെ ആരോഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും. ആമേൻ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് കർത്താവിൽ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. വലിയ കൃപകളാൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കാം. വലിയ കൃപകൾ ദൈവം നമുക്ക് തന്നതുകൊണ്ട് ദൈവത്തെ വാഴ്ത്താം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികളെ നമുക്ക് കാണാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആമേ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർക്കുന്ന ഒരാൾ ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. സ്വർഗത്തെ തുറക്കുവാനുള്ള അധികാരം, താക്കോൽ, അധികാരത്തിന്റെ താക്കോൽ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ട് സ്വർഗത്തെ തുറക്കുന്ന ഒരു അധികാരത്തിന്റെ താക്കോൽ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ആ താക്കോൽ ഉള്ളത് കൊണ്ടാണ് കർത്താവ് പലപ്പോഴും നമ്മളിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്നു. വലിയ എക്സ്പെക്റ്റേഷൻ കർത്താവിന് നമ്മളിൽ നിന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുവാൻ നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും നമ്മൾ പരിശോധിക്കുക. ബൈബിളൊരു വാക്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക എന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയം എടുക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയം, പലപ്പോഴും എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായ ഒരു സംശയം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സഹോദരിമാർ അത് ചോദിക്കുകയും അതിൻ്റെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചും കൂടെ ആഴമായി ഇത് ചിന്തിക്കാൻ ഒക്കെ ഒരു ഇടയായി തീർന്നു. അപ്പം ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്കൊന്നൊരു ഉത്തരത്തിലേക്ക് പോകാം. പലപ്പോഴും പല ആൾക്കാർ ഇന്നത്തെ ഹെഡിങ് പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് രോഗം വരുന്നു? എത്ര പേർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്? എന്തുകൊണ്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം രോഗങ്ങളും പല ആളുകളുടെയും ജീവിതത്തിൽ പല വിഷയങ്ങൾ വരുന്നു? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ സനുജ സിസ്റ്റർ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ കുറച്ചും കൂടെ ഞാൻ ആ കാര്യങ്ങൾ പറയേണ്ട ഒരു ടൈം, അതെല്ലാം ദൈവത്തിൻ്റെ ഒരു നിശ്ചയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മുഖാന്തരമാകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. പല ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. എത്ര പേർക്ക് അങ്ങനെ ചിന്തയുണ്ട്? എന്തുകൊണ്ട് വിശ്വാസികൾക്ക് ഈ രോഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? അത് ചുമ്മാ എനിക്കുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചില പഠിപ്പീരുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ കേട്ടൊരു വാക്യം, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് നിങ്ങൾ സൂക്ഷിക്കണം. എനിക്കൊന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലായിരുന്നു ആ വാക്യം, അല്ലേ? ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുമോ? ഉള്ളവന് കിട്ടും, ഇല്ലാത്തവന് ഉള്ളതുപോലെ നഷ്ടപ്പെടും. അപ്പൊ കേൾക്കുന്നത് സൂക്ഷിക്കണം എന്ന് ആ വചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നല്ലേ? അപ്പോൾ ഇന്നലെ നമ്മളത് കേട്ട ഭാഗത്ത് നിന്ന് ഞാൻ വരുവാണ്. അപ്പം നമ്മൾ കേൾക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വരുമ്പം ബരോവയിലെ വിശ്വാസികളെ പോലെ ആകണം. ദിനം പ്രതി ബൈബിള് നമ്മൾ പരിശോധിക്കണം. ആ വാക്യം എനിക്കൊന്ന് എടുക്കാവോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉണ്ട് എന്ന് തോന്നുന്നവരോടുകൂടി എടുത്തു കളയും. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ ഉള്ളത് കൂടി എടുത്തു കളയും.
ഹല്ലേലൂയ. ലൂക്കോസ് 8:18. ആമേൻ. ശ്രദ്ധിച്ച് നമ്മൾ ആ വാക്യത്തിൽ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്നത് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നോക്കി, ആകയാൽ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നു, നോക്കി ആ വാക്കുണ്ട്, എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ വാക്ക് ശ്രദ്ധിച്ചോണേ, കേൾക്കുന്നത് എങ്ങനെ കേൾക്കുന്നു എന്ന്, ആ വാക്ക് ശ്രദ്ധിച്ചോണേ. അപ്പൊ കേൾക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, കേൾക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, എങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രമല്ല, കേൾക്കുന്ന കാര്യങ്ങളെ. ഞാൻ യൂട്യൂബിൽ സൗണ്ട് ഒന്ന് കട്ടായി ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. യൂട്യൂബിൽ സൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ആമേൻ, ആമേൻ. അപ്പൊ കേൾക്കുന്നത് സൂക്ഷിക്കണം. ആമേൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് തുടങ്ങുവാണ്. എനിക്ക് തോന്നുന്നത് ഒറ്റ ക്ലാസ് കൊണ്ട് തീരുന്നതല്ല. പരിശുദ്ധാത്മാവ് അത് എത്രത്തോളം പോകുന്നു അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് ഒന്നാമത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, കേൾക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് തുടക്കത്തിൽ ഇതിന്റെ തുടക്കം എന്തുകൊണ്ട് ഒരു വിശ്വാസിക്ക്, ഞാൻ വിശ്വാസിയെ മാത്രം എടുക്കുവാണ്, ലോകത്തിൽ എല്ലാവർക്കും രോഗം വരുന്നതാണ്. എന്തുകൊണ്ട് വിശ്വാസിൽ വന്നതിന് ശേഷവും രോഗങ്ങൾ വന്നു, പലരും മരണപ്പെടുന്നു, ദുർമരണങ്ങൾ പല ഭവനത്തിലും സംഭവിക്കുന്നു. ബൈബിൾ പറയുന്നു ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, പക്ഷെ ദുർമരണങ്ങൾ സംഭവിക്കുന്നു. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം? എന്തുകൊണ്ടാണ് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ലൈഫിൽ കാണുവാൻ കഴിയാത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നല്ലതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതൽ ആഴമായി ചിന്തിക്കുവാൻ കർത്താവ് ഇടയാകും. വചനത്തിൽ പറയുന്നു, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി നിലമൊക്കെ നനച്ചു. യഹോവയായ ദൈവം നിലത്ത് പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ശ്രദ്ധിച്ചോണേ, ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ നിന്നും തമ്പുരാൻ എന്ത് ചെയ്തു? ഫലഭൂഷ്ടമായ സസ്യങ്ങളും ആ ഭൂമിയിൽ മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചു. ഓർത്തോണം, പാഴും ശൂന്യവുമായി കിടന്ന ഒരു സ്ഥലമാണ്. വചനം പറയും നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം നിർമ്മിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, അപ്പം നിർമ്മിച്ചത് കൊണ്ട് അത് മനുഷ്യനാകുന്നില്ല. എന്തുകൊണ്ടാണ് വിഗ്രഹാരാധന പാപമാണെന്ന് ബൈബിൾ പറയാൻ കാരണം? മനുഷ്യന്റെ കൈപ്പണി കൊണ്ട് ദൈവത്തെ നിർമ്മിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്. ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ലിമിറ്റ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഒരു പ്രത്യേക തരം ഒരു വേർഷനാണ് വിഗ്രഹാരാധന. നമ്മളൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവമേ എന്ന് വിളിച്ചാൽ, ഒരു യേശുവേ എന്ന് വിളിച്ചാൽ, ദൈവമേ എന്ന് വിളിച്ചാൽ അത് പാപമാണ്. അതാണ് കൽപ്പന പഠിക്കുന്ന സമയത്ത് സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത് പറയാൻ കാരണം ദൈവത്തെ നാം ലിമിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ് വിഗ്രഹാരാധന. ഒന്നാമത് ഇവിടെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ശ്രദ്ധിച്ചോണം, നിലത്തെ പൊടി കൊണ്ടാണ്. അപ്പൊ മനുഷ്യനെ നിർമ്മിച്ചപ്പോ മനുഷ്യന് ജീവനില്ല, ഒരു പ്രതിമ പോലെ മനുഷ്യൻ കിടക്കുക. ഒന്ന് ഇമാജിൻ ചെയ്യാവോ? നിങ്ങളുടെ രൂപത്തിൽ ഒരാളെ ഉണ്ടാക്കി, ഒരു മണ്ണ് കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി. പ്രതിമ ഉണ്ടാക്കിയതിന് ശേഷം പ്രതിമയെ പോയി നമ്മൾ വിളിച്ചാൽ കേൾക്കത്തില്ല, എത്ര മിണ്ടിയാലും പ്രതിമ മിണ്ടത്തില്ല. പ്രതിമയ്ക്കകത്ത് ജീവനില്ല. ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? അവന്റെ മൂക്കിൽ, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ജീവശ്വാസം ഊതി. ഇവിടെ ശ്രദ്ധിച്ചോണേ, ജീവശ്വാസം ഊതി. അപ്പൊ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹവും നല്ല ദേഹി എന്നാ പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള ദേഹിയായി തീർന്നു. ഇനി ശ്രദ്ധിച്ചോണേ, അപ്പം മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ഊതിയപ്പോ അവന്റെ അകത്തേക്ക് ഒരു ജീവൻ വെളിപ്പെട്ടു. ജീവൻ. ഈ ജീവനെയാണ് സദൃശവാക്യത്തിൽ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. നോക്കിയ വാക്കുണ്ടോ? സദൃശവാക്യങ്ങൾ അതിന്റെ 20-ാമത്തെ സദൃശവാക്യം 20-ാം അധ്യായത്തിന്റെ 27 പറയുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. കണ്ടോ? അപ്പൊ മനുഷ്യന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഒരു ദീപം അഥവാ ലൈറ്റ് ആണ്. ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇത് എവിടുന്ന് വന്നു? സ്വർഗത്തിൽ. ആ ദീപം എന്നുള്ള വാക്കുണ്ടോ? ദീപം. അപ്പൊ ഈ ഒരു വെളിച്ചം, അതാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറയുന്നിരിക്കുന്നത് ജീവൻ മനുഷ്യന്റെ വെളിച്ചമാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഒരു ജീവനെ, വെളിച്ചം എന്ന് പറയുന്നത് ജീവൻ ഒരു മുഖാന്തരമായി കാണുക. ജീവന്റെ ഒരു സിമ്പലായിട്ട് വെളിച്ചത്തെ ബൈബിൾ തന്നെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇരുട്ടിനെ മരണത്തിന്റെ സിമ്പലായിട്ടും കാണിക്കുന്നത്. ഇവിടെ നോക്കുക,
അപ്പം ഇവരുടെ ഉള്ളിലേക്ക് ഒരു ആത്മാവ് വന്നു. ഇനി സദൃശവാക്യ പ്രകാരം ഞാൻ പറയുവാണെ, മനുഷ്യന്റെ അകത്തേക്ക് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഇത് എവിടുന്നാ വന്നത്? യഹോവയുടെ ഉള്ളത്തിൽ നിന്നും വന്നു. ഇനി കേട്ടോണെ, അപ്പൊ യഹോവയുടെ അകത്തിരുന്ന മനുഷ്യന്റെ ആത്മാവ് ഒരു പ്രതിമയിലേക്ക് വന്നു. അങ്ങനെ കണ്ടോണെ, ഒരു പ്രതിമയിലേക്ക് വന്നപ്പം അതുവരെ മണ്ണിന്റെ അകത്ത് പ്രതിമയായിട്ടിരുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവത്തിനെല്ലാം ജീവനുണ്ടായി. ദൈവം അവിടെ ബൈബിളിൽ പറയുന്നില്ല കിഡ്നി ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല, ഹാർട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല. അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ നിലത്തുനിന്ന് ഒരു പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്ന് പറഞ്ഞത്. നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു മൺകൂന എടുത്തിട്ട് ആ മൺകൂനയ്ക്കകത്തുനിന്ന് ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയാൽ ഒരിക്കലും നമുക്ക് വയറ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് കിഡ്നി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഞരമ്പ് പിടിപ്പിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്ത് അസ്ഥി വെക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര പാടാണ്. അപ്പൊ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ദൈവം ഒരു രൂപം ഉണ്ടാക്കി. ദൈവം ആ മൂക്കിലേക്ക് ഒരു ശ്വാസം ഊതിയപ്പോൾ അകത്ത് ഓർഗൻസ് എല്ലാം ഉണ്ടായി വന്നു. അതായത് മനുഷ്യന് എന്തെല്ലാം വേണോ ഇതെല്ലാം അവിടെ ഉണ്ടായി വന്നു. ഇനി ശ്രദ്ധിച്ചോണേ, അപ്പം മനുഷ്യന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ എന്നാന്ന് ചോദിച്ചാൽ ആത്മാവാണ്. ദൈവത്തിന്റെ അകത്തുനിന്ന് വന്ന ദീപമായ ആത്മാവാണ് ഈ കാണുന്ന മണ്ണിൽ നിന്നെടുത്ത മൺമയമായ നമ്മുടെ ശരീരത്തെ ജീവനുമായി കണക്ട് ചെയ്യുന്നത്. ദൈവവുമായി കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ആത്മാവ്. ഞാനിത് പറയുമ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചോണേ, എനിക്കും നിങ്ങൾക്കും അത് പറഞ്ഞ് വ്യാഖ്യാനിക്കുവാനും അത് കേൾക്കുമ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമ്മൾ പോവാണ്. പ്രാർത്ഥനയോടിരിക്കണം. ഡിസ്റ്റർബൻസ് ഉള്ളവർ പിന്നീട് എപ്പോഴേലും യൂട്യൂബിൽ കേട്ടാൽ മതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കുക, നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തണമെങ്കിൽ ബൾബ് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, ഞാൻ വീട്ടിലേക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് നല്ല ഇരുട്ടുള്ള സമയമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ രാത്രി പിള്ളേരും ഒക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞു ടോർച്ചും വാങ്ങിച്ചു, 2 ലൈറ്റും വാങ്ങിച്ചു. അപ്പൊ ഈ ലൈറ്റ് നല്ല ലൈറ്റാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഈ ലൈറ്റ് ഞാൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് സ്വിച്ച് ഇട്ടപ്പം വെട്ടം വന്നു. കണ്ടോണെ, സ്വിച്ച് ഇട്ട ഉടനെ വെട്ടം വന്നു. അപ്പൊ ഈ ലൈറ്റ് ഞാൻ മേടിച്ചു കൊണ്ട് വെച്ചത് കൊണ്ടാണ് അവിടെ വെട്ടം വന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ വെളിച്ചം വന്നത്. ഇതേപോലെ മനുഷ്യന്റെ അകത്തിരിക്കുന്ന ആത്മാവ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളത് മനുഷ്യന്റെ ആത്മാവാണ്. ഈ ആത്മാവിൽ നിന്നാണ് ജീവൻ മനുഷ്യനിലേക്ക് പാസ് ചെയ്യുന്നത്. നോക്കിക്കേ, അവന്റെ മൂക്കിൽ ശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. ബൈബിൾ പറയുന്നു ആത്മാവ് അവന്റെ മേൽ, സദൃശവാക്യത്തിൽ പറയുന്നു മനുഷ്യന്റെ ആത്മാവാണ് അവന്റെ ദീപം. ഇതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി. അടുത്ത വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടം വരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ അപ്പൊ ഇതിന്റെ അർത്ഥം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. ഈ കത്തിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? കത്തിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഒരു സാധനം ഞാൻ കത്തിച്ചു വെച്ചു, അർത്ഥം എന്തുവാ? അത് നേരത്തെ എന്തായിരുന്നു? മ്യൂട്ടായി കിടക്കുമായിരുന്നു. ഒരു സാധനം കത്തിച്ചു എന്ന് പറയുന്ന അർത്ഥം ഒന്ന് നേരത്തെ അത് എന്താ? കത്തിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നത്? അത് കെട്ടിരിക്കുവായിരുന്നു. അത് കെട്ടിരിക്കുവായിരുന്നു. കെട്ടതിനെയാണ് നമ്മൾ പറയത്തില്ല, പണ്ടൊക്കെ കറണ്ട് പോകുമ്പോൾ, ഇപ്പൊ അങ്ങനെ ഇല്ലല്ലേ, കറണ്ട് പോകുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കും, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച ഉടനെ നമ്മൾ പറയാം ഞാൻ വിളക്ക് കത്തിച്ചു. അപ്പൊ അതെന്തോ അങ്ങനെ പറയാൻ കാരണം ഇത് കെട്ടിരിക്കുമായിരുന്നു. അപ്പൊ കെട്ടുപോയതിനെയാണ് കത്തിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു. കണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ ദീപത്തിന്, ഈ ദീപം എന്ത് ദീപമാ? സദൃശവാക്യത്തിൽ പറഞ്ഞു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അപ്പൊ ഈ ദീപം കെട്ടുപോയി. ഈ ദീപം കെട്ടുപോയത് കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് പാപം നിമിത്തം ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആദവും ഹവ്വായും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം കഴിച്ച ഉടനെ അറ്റാക്ക് വന്ന് മരിച്ചില്ല. ആദം എനിക്ക് 100 കണക്കിന് വർഷം ജീവിച്ചു. ഞാൻ ഓർത്ത് ഇത് ഭക്ഷിച്ച ഉടനെ ആദം ഒപ്പം തന്നെ അറ്റാക്ക് വരും, ആദം ഒപ്പം തന്നെ മരിച്ചു വീഴും, ഹവ്വായും മരിച്ചു വീഴും. പക്ഷെ കഴിച്ച ഉടനെ ഒരു കുഴപ്പം അവർക്കില്ല. ദൈവം പറഞ്ഞു തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന് പറഞ്ഞു. തിന്ന ഉടനെ ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇവര് പയറുപോലെ എന്ത് ചെയ്യുക? തോട്ടത്തിൽ മുഴുവൻ ഓടി നടക്കുക. ഇതെന്താ? ബൈബിൾ പറയുന്നു തിന്നുന്നാൽ മരിക്കുമെന്ന്. പക്ഷെ ഇവർക്ക് ഒരു കുഴപ്പമില്ലതേ. ആദമൊക്കെ ജീവിച്ചിരുന്നു 100 കണക്കിന് വർഷം ജീവിച്ചിരുന്നു. അപ്പൊ എന്റെ ചോദ്യം,
മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആദം മരിക്കാതെ? യഥാർത്ഥത്തിൽ അത് ചെയ്തപ്പോൾ സംഭവിച്ചത് ഈ ദീപം കെട്ടുപോയി. വീണ്ടും ജനിക്കണമെന്ന് പറയാൻ കാരണം കെട്ടുപോയതിനെ വീണ്ടും കത്തിക്കുന്നതാണ് വീണ്ടും ജനനം. അപ്പൊ യഹോവ തന്ന മനുഷ്യന്റെ അകത്തുള്ള ആത്മാവ് കെട്ടുപോയി. ഇനി ശ്രദ്ധിച്ചോണേ, ഇത് കെട്ടുപോയിട്ട് ശേഷം ഈ കെട്ടുപോയതിന്റെ അകത്തു നിന്നും ഉണ്ടാകുന്നതാണ്. ഇനി ഞാൻ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ട് അതിലേക്ക് വരാം. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു. കണ്ടോ, ആ ഏദൻ തോട്ടത്തിൽ ആദം ലംഘനം ചെയ്തപ്പോൾ മരണമുണ്ടായി. എന്താ മരണം സംഭവിച്ചത്? മനുഷ്യന്റെ ആത്മാവ് കെട്ടുപോയി, അഥവാ മനുഷ്യൻ മരിച്ചുപോയി. ഇത് മരിച്ച ഉടനെ നമുക്കറിയാം, നമ്മുടെ ശരീരം മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഡെഡ് ബോഡി ആയാൽ പിന്നെ ബോഡിക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം മരിച്ചുപോയി എന്നാ സംഭവിക്കും? മണ്ണിലോട്ട് നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ മരണം സംഭവിച്ചാൽ പിന്നെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പയ്യെ ജീർണിക്കാൻ തുടങ്ങും. ശരീരം പയ്യെ പയ്യെ ചീഞ്ഞളിയുവാൻ തുടങ്ങും. അതുവരെ സുന്ദരിമാരായിരുന്ന നമ്മളെല്ലാവരും പയ്യെ പയ്യെ വികൃതമാകാൻ തുടങ്ങും. നമ്മുടെ ശരീരം, ആ മാംസങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് അസ്ഥി ദ്രവിച്ച് എല്ലാം തീരും. കണ്ടോ, ഇതേപോലെ മനുഷ്യന്റെ ആത്മാവ് കെട്ടുപോയപ്പോൾ, ഇതിന് മരണം സംഭവിച്ചപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? മരണത്തിന്റെ വാഴ്ച ഉണ്ടായി. ഈ വാഴ്ച എന്തായി തീർന്നറിയാവോ? ശരീരത്തെ ബാധിക്കാൻ തുടങ്ങി. ശരീരത്തിന്റെ മേൽ രോഗങ്ങൾ വരാൻ തുടങ്ങി. ശരീരത്തിന്റെ മേൽ തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ നഗ്നനായി ദൈവസന്നിധിയിൽ തേജസ് കൊണ്ട് പൊതിഞ്ഞ മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഇവൻ രോഗം വരാൻ തുടങ്ങി. ഇവൻ ഏജിങ് ഉണ്ടായി. ഇവന്റെ ശരീരത്തിന്റെ അകത്ത് അതിന്റെ റിയാക്ഷൻ ഉണ്ടാകാൻ തുടങ്ങി. ആത്മാവിൽ നിന്നും ജീവന് പകരം മരണം വെളിപ്പെടാൻ തുടങ്ങി. അപ്പൊ മരണത്തിന്റെ ഫലങ്ങൾ ശരീരത്തിന്റെ മേൽ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി ശരീരത്തിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. കണ്ടോ, അപ്പൊ ഇങ്ങനെ മനുഷ്യൻ ഉൽപ്പത്തി മുതൽ അവന്റെ ജീവിതത്തിൽ രോഗം, ശാപം, കഷ്ടത, നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, കഷ്ടതയോടെ നീ അഹോവൃത്തി കഴിക്കും, നീ കണ്ണുനീരോടെ ജീവിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആവർത്തന പുസ്തകം 28-ാം വാക്യത്തിൽ ശാപത്തെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞു നമ്മളത് എടുക്കുന്നില്ല. ഞാൻ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. നമ്മൾ വേറൊരു മെയിൻ വിഷയത്തിലേക്ക് പോവുകയാണ്. ആമേൻ. നോക്കിക്കേ, ഇത് സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ശാപവും രോഗവും പ്രയാസവും എല്ലാം ഉണ്ടായി. ഇനി ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബ്രദറെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മാറേണ്ടതല്ലേ? ആണോ അല്ലയോ എന്ന് പറയാവോ? ചോദ്യം, എന്തുകൊണ്ട് മാറുന്നില്ല? ദീപം കെട്ടുപോകുന്നുണ്ട്. അല്ല, പറയാവോ? ഇനി ശ്രദ്ധിച്ചോണേ, ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞത്, കേൾക്കുന്നത് സൂക്ഷിച്ചോണേ. ഇനി നോക്കണേ, ഇവിടെ നിങ്ങൾ ഉൽപ്പത്തി വാക്യത്തിൽ, റോമർക്ക് എഴുതിയ വാക്യത്തിൽ നോക്കിയാൽ മതി. മരണത്തിനൊരു വാഴ്ചയുണ്ട്. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും. നോക്കിക്കാൻ വാക്ക് കണ്ടോണേ, മരണത്തിന്റെ വാഴ്ചയുള്ളത്. അതായത് ഏദൻ തോട്ടത്തിൽ ആദം അനുസരണക്കേട് കാണിച്ചപ്പം നമ്മൾക്ക് എല്ലാവരുടെ മേൽ മരണം വാഴ്ച നടത്തി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. കേട്ടോ, ഞാൻ ജനിക്കുന്നത് തന്നെ കറപ്റ്റഡ് ആയിട്ടാ, ഞാൻ ജനിക്കുന്നത് തന്നെ പാപത്തിലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പ്രതികൂലത്തിന്റെ അകത്ത് പോകണ്ട, തന്നെ പ്രതികൂലം എന്നെ അട്രാക്ട് ചെയ്യും. ഞാൻ പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കി, ഈ വാക്ക് കണ്ടോണേ, ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തം വാണുവെങ്കിൽ, അടുത്ത വാക്ക് നോക്കിക്കോണേ, ഏറ്റവും വലിയ കൃപയുടെ വാക്കാണ്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും. ആ വാക്ക് മച്ച് മോർ they which receive abundance of the grace and of the gift of the righteousness shall reign in life by one Jesus Christ. നിങ്ങൾ ആ വാക്ക് കാണണം, മച്ച് മോർ they which receive the grace. ആ വാക്ക് ആരാണോ അതിനെ സ്വീകരിക്കുന്നവർ, ആരാണോ അത് ലഭിച്ചവർ. ഇനി ഈ വാക്ക് ചോദിച്ചോണേ, ഇത് ലഭിക്കുന്നവർ യേശു നിമിത്തം വാഴും. അപ്പൊ മരണം വാണതുപോലെ തന്നെ
യേശുക്രിസ്തുവിന്റെ ജീവന്റെ വാഴ്ചയും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി കേട്ടോണെ, രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ അകത്ത് ഉൽപ്പത്തിയിൽ സംഭവിച്ചത്, അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന വാക്ക് പറഞ്ഞത്. വീണ്ടും ജനിക്കണം. നമുക്ക് ആർക്കും ലോകത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജനിക്കാൻ പറ്റത്തില്ല. ബൈബിളിൽ മാത്രമേ ആ വാക്കുള്ളൂ. നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ കുടുംബത്തിലോ ലോകത്തിലോ ഒരു വ്യക്തി മരിച്ചു, നാളെ 10 മണിയാകുമ്പം ആ വ്യക്തി വീണ്ടും ജനിക്കും? ഒരിക്കലുമില്ല. വീണ്ടും ജനനം ഇല്ല ലോകത്തിൽ. പക്ഷെ ബൈബിൾ പറയുന്നു വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ബോൺ അഗെയിൻ. അതിന്റെ അർത്ഥം എന്തുവാ? ഒരിക്കൽ മരിച്ചുപോയ ആത്മാവ് വീണ്ടും ജനിക്കണം. ആമേൻ. അപ്പൊ വീണ്ടും ജനിക്കണമെങ്കിൽ അന്ന് സംഭവിച്ച കാര്യം അന്നത്തെ പോലെ ജീവൻ ഒന്നുകൂടെ വെളിപ്പെടണം. യഹോവയായ ദൈവത്തിന്റെ അകത്തിരിക്കുന്ന ജീവൻ, അകത്തിരിക്കുന്ന മനുഷ്യന്റെ മരണത്തിന്റെ മേൽ ജീവൻ വെളിപ്പെടണം. അതിനാണ് യേശു വന്നത്. എന്റെ കൂടെ പറഞ്ഞോട്ടെ, യേശു വന്നത് ജീവൻ തരാൻ വേണ്ടിയാന്ന് പറയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ. യോഹന്നാൻ 10 പറയുന്നു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാ. കണ്ടോ? യേശു വന്നത് യേശു പറയും യോഹന്നാൻ സുവിശേഷം 10 പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും. 10:10 പറയുന്നു, ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ. ഇപ്പൊ മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ പല സഭകളും ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കർത്താവിന്റെ കൂടെ വാഴും. നല്ലത്, സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും ബെസ്റ്റ്. പക്ഷേ പ്രിയരെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാത്തൊരു സംഭവമുണ്ട്. കേൾക്കുന്നത് സൂക്ഷിക്കണം. നിത്യത മാത്രമല്ല ഈ വാഴ്ചയുള്ളത്. അവിടെയാണ് പ്രശ്നം. നമ്മൾ പഠിച്ച് എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊന്നുമില്ല, ഇവിടെ നമ്മൾ നശിച്ച് തീരണം. പക്ഷെ അവിടെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് തങ്ക തെരുവീതിയുണ്ട്, ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ ഇവിടെ എന്തുവാ? ഇവിടെ കട്ടതയും ദുരിതവും പ്രയാസവും പട്ടിണിയും അതും ഇതുമൊക്കെയാ. അപ്പൊ എന്റെ ചോദ്യം, ബൈബിളിൽ ഭൂമിയിൽ വെച്ചല്ലേ ഈ 2 അത്ഭുതം നടന്നത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ജീവൻ വന്നപ്പം ആഴത്തിന്റെ മേൽ വാഴ്ച വന്നുവെങ്കിൽ അതേ കാര്യം ബൈബിളിൽ പിന്നെയും പറയുക. ഏഴാം തോട്ടത്തിൽ ഏകൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ മരണം വന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൃപ, ഗോൽഗോത്തയിൽ വെച്ചല്ലേ യേശു മരിക്കുന്നത്? യെരുശലേമിൽ വെച്ചല്ലേ യേശു ജീവൻ പകരുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ വെച്ചല്ലേ പരിശുദ്ധാത്മാവ് വന്നത്? നിത്യതയെ വെച്ചല്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഈ ജീവൻ എൻ്റെ അകത്ത് ഇരുന്നിട്ടും എൻ്റെ ശരീരത്തിൽ എന്തുകൊണ്ട് ഉൽപ്പത്തി പോലെ സംഭവിക്കുന്നില്ല? ഇവിടെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഈ വാക്ക് തന്നെയാണ് കുഴപ്പം. ഏകന്റെ ലംഘനത്താൽ മരണത്തിന്റെ വാഴ്ച. വാഴുക. എന്താ ഈ വാഴുക എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും നല്ലൊരു മലയാളം, നല്ല ലോക്കൽ മലയാളം പറയാൻ പറ്റുമോ? വാഴുക. അത് തന്നെ, അടക്കി ഭരിക്കുക. ഉൽപ്പത്തിയിൽ നിന്നും ആദവും ഹവ്വായും ഏദെൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മരണം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. മരണം, അതുവരെ ആദത്തിന് നല്ല സുഖമായിരുന്നു. രോഗമില്ല, ബന്ധനമില്ല, പ്രതികൂലമില്ല, സാത്താൻ അവന്റെ കാൽച്ചുവട്ടിലായിരുന്നു. പക്ഷെ അകത്ത് മരണം, ആത്മാവ് കെട്ടുപോയി, ദീപം കെട്ടുപോയപ്പം ഇവന്റെ ശരീരത്തിന്റെ മേൽ ദുരാത്മാവ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. മരണം വാഴ്ച നടത്തിയപ്പോൾ പിശാചിന് ആക്സസ് ഉണ്ടായി. അവൻ അകത്തോട്ട് പ്രവേശനം ലഭിച്ചു. അവൻ ശരീരത്തിൽ പ്രവേശനം ലഭിച്ചു. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? മരണവുമായി കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിക്കുവാൻ തുടങ്ങി. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും പിശാചു വരുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാ. അപ്പൊ ജീവൻ വന്നു കഴിഞ്ഞാൽ ജീവന്റെ വാഴ്ച വെളിപ്പെടണം. കണ്ടോണെ, ജീവൻ വന്നു കഴിഞ്ഞാൽ ജീവനും വാഴ്ചയുണ്ട്, മരണത്തിന്റെ വാഴ്ചയുണ്ട്. അപ്പം ജീവന്റെ വാഴ്ച എങ്ങനെ നമ്മൾ സംഭവിക്കുന്നത്? അടുത്ത വാക്യം പറയുന്നു, എങ്കിൽ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം, നോക്കിക്കേ, ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തമാണെങ്കിൽ കൃപയുടെയും നിധിദാനത്തിന്റെയും സമൃദ്ധിയെ ലഭിക്കുന്നവർ, സ്വീകരിക്കുന്നവർ, റിസീവ് ചെയ്യുന്നവർ, അവർ ഏക നിമിത്തം വാഴും. അപ്പൊ അവർ വാഴണം. നിങ്ങൾ അതിൻ്റെ മേൽ വാഴണം, അടക്കി ഭരിക്കണം. നമ്മൾ അതിനെ അടക്കണം, ഭരിക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലോ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ഉടനെ നമ്മുടെ മുഖം എന്താ പറഞ്ഞത്? ബ്യൂട്ടി പാർലറിൽ പോയതുപോലെ ആരുടെയെങ്കിലും മുഖം അതുപോലെ ഭംഗിയായി വന്നോ? ഇല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോടെ നിങ്ങളുടെ കണ്ണുടനെ പൂച്ചക്കണ്ണായി മാറിയോ? ഇല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോടെ നിങ്ങളുടെ ശരീരം ഭയങ്കര വലിയ സംഭവമായിട്ട് മാറി? ഒന്നും സംഭവിച്ചില്ല. രാവിലെ വീട്ടിൽ എങ്ങനെ ഇറങ്ങിയോ അതേപോലെ തന്നെ ശരീരത്തിൽ ഒരു മാറ്റവും വന്നില്ല. എന്താ സംഭവിച്ചത്? അകത്തൊരു ജനനമുണ്ടായി. ഇനി അകത്ത് വന്ന ജീവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ജീവൻ കൊണ്ട് ശരീരത്തെ വാഴണം.
ഇപ്പൊ മനസ്സിലായോ? പിശാച് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് വന്ന മരണത്തെ കൊണ്ട് ശരീരത്തെ അവൻ അടക്കി വാണു. രോഗമിട്ട്, പാപമിട്ട്, ശാപമിട്ട്, ബന്ധനമിട്ട്, പ്രതികൂലമിട്ട് അവൻ അതിനെ വാഴിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജീവൻ കിട്ടിയത് കൊണ്ട്, ഈ ജീവൻ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ വാഴണം. പറഞ്ഞു തരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. വാക്കുകൊണ്ടോ? ജീവിപ്പിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന ആത്മാവ് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികൾ, അതാണ് നിങ്ങൾ റോമർ 8-ാം വാക്യം മൊത്തം വായിച്ചാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം, മോർട്ടിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജഡത്തെ മോർട്ടിഫൈ ചെയ്യണം. ഹല്ലേലൂയ. ഡു ദ മോർട്ടിഫൈ ദ നീഡ്സ് ഓഫ് ദ ബോഡി, യു ഷാൽ ലീവ്. അത് നിങ്ങൾ അതിനെ മോർട്ടിഫൈ. ജഡത്തിന്റെ ആഗ്രഹം എപ്പോഴും രോഗം വന്ന് മരിക്കാൻ. കാര്യം ഈ ശരീരത്തിൽ ഒരു റിഫ്ലക്ഷൻ കിടപ്പുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ഈ ഡ്രൈവിംഗ് പഠിച്ചവര് ഒരു 10-20 വർഷം വണ്ടി ഓടിക്കാതിരുന്നാലും കാറെ കൊണ്ടിരുത്തിയാൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയും, മനസ്സ് പറയും ടച്ച് വിട്ടുപോയി. പക്ഷേ നിങ്ങൾ കാറയിലിരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈവ് ചെയ്താൽ പഴയ പോലെ സൂപ്പറായിട്ട് ഓടിക്കും. കാരണം നമ്മുടെ മസിൽസ് 20 വർഷമായിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തതുകൊണ്ട് അതിപ്പോഴും കിടപ്പുണ്ട് മസിൽസിൽ. കണ്ടോ? നമ്മുടെ മസിൽസുകളിൽ ഇപ്പോഴും എന്ത് കിടപ്പുണ്ട്? അന്നത്തെ ആ ട്രെയിനിങ് കിടപ്പുണ്ട്. പക്ഷെ മനസ്സ് പറയുന്നു, അത് പണ്ടല്ലായിരുന്നു. ഒന്ന് 10 മിനിറ്റ് ഓടിച്ചു നോക്കിക്ക്, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. മനസ്സിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് അതിന് ഓൾറെഡി ട്രെയിൻഡ് ആണ്. ഇതേപോലെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ശരീരം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ്, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജനിച്ചത് പാപജഡത്തിന് സദൃശ്യത്തിലാണ്, പാപജഡമായിട്ടാണ്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അതേ ശരീരം തന്നെ നമുക്ക് വേറെ ബോഡി തരുന്നില്ല. നമുക്ക് രക്ഷിക്കപ്പെട്ട ആർക്കെങ്കിലും വേറെ ബോഡി കിട്ടിയോ? ഇല്ല. ഇതേ ബോഡി വെച്ചോണ്ടാണ് നമ്മൾ മുങ്ങുന്നത്, സ്നാനപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നതൊക്കെ. പുതിയ ബോഡിയില്ല. അപ്പൊ ഈ പഴയ ബോഡി തന്നെയാണ് രക്ഷിക്കപ്പെടുമ്പോൾ. ആത്മാവകത്ത് ജീവൻ വന്ന് ശരീരം പഴയ തന്നെയാ. നമ്മൾ സ്കൂളിൽ പഠിച്ച അതേ ശരീരം കൊണ്ട് തന്നെയാണ് നമ്മൾ സ്നാനപ്പെടുന്നതൊക്കെ. ഈ ബോഡിയിൽ എന്തുണ്ടെന്നറിയാവോ? പഴയ മനുഷ്യന്റെ പഴയ ചിന്തകളും പഴയ രീതികളും ഒക്കെ കിടപ്പുണ്ട്. ആ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ കിടപ്പുണ്ട്. ജഡത്തിന്റെ സ്വഭാവം കിടപ്പുണ്ട്. ആദത്തിൽ നിന്ന് വന്ന സ്വഭാവങ്ങളുണ്ട് നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം. ആത്മാവിൽ വീണ്ടും ജനിച്ചു. ഇനി ഈ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ബന്ധം നമ്മുടെ ശരീരവുമായിട്ടല്ല. പരിശുദ്ധാത്മാവിന്റെ കണക്ഷൻ ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവുമായിട്ടാണ്. ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നിട്ട് മോർട്ടിഫൈ ചെയ്യാൻ തുടങ്ങും ജഡത്തിന്റെ പ്രവൃത്തികളെ. ഇനി നോക്കിക്കോണേ, നമ്മളിത് വായിക്കുന്ന സമയത്ത് റോമർക്കെഴുതിയ ലേഖനം 5-ാം വാക്യത്തിൽ തുടക്കത്തിൽ വായിക്കുന്ന സമയത്ത് ഒരു വാക്യമുണ്ട്, കൃപയാലല്ലോ നിങ്ങൾക്ക് നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചു എന്ന് പറ. നമ്മളൊരു കൃപയിലേക്ക് പ്രവേശിച്ചു. ഇവിടെ പ്രവേശിച്ചുകൊണ്ട്, അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലോട്ട് വന്നു. സഭയിലോട്ട് വന്ന ഉടനെ നമ്മൾ കേൾക്കുന്നത് അറിയോ? ഫസ്റ്റ് എനിക്ക് ഒത്തിരി ആൾക്കാരെല്ലാം പറയും നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്, സന്തോഷം. നമുക്ക് നിത്യതയെ പോകണം, രക്ഷിക്കപ്പെടണം, കർത്താവിന് കൂടെ ചേർന്ന് വിശുദ്ധ ജീവിതം വേണം, നീതിയോടെ ജീവിക്കണം. കൃപയാല ദൈവം എല്ലാം ചേർന്ന് നമ്മൾ ചെയ്യുന്നതല്ല, ദൈവം നമ്മളെ നടത്തുന്നതാണ്. പക്ഷേ ഇതേ പ്രസംഗമെല്ലാം കേട്ട് തിരിച്ചു വരുമ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗത്തെപ്പറ്റി എന്നാ പറയുന്നത്? പലരും പറഞ്ഞു വാക്കുണ്ട്, അത് ചിലപ്പം ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന. ഒരിക്കലുമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ഒരു രോഗം തന്നിട്ട് കൊള്ളാം, ആ രോഗം ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് മെരുക്കി ഉടച്ച് തകർത്ത് ആ കൈയും കാലും മുറിച്ചു കളഞ്ഞ് നിങ്ങളുടെ തല വെട്ടിക്കളഞ്ഞ് നിങ്ങളുടെ കൈ വെട്ടിക്കളഞ്ഞിട്ട് നന്നായി പോകണ്ട, ഇപ്പം മനസ്സിലായി ഞാൻ ആരാന്നറിയാവോ? അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവത്തെ അല്ല യേശു പറഞ്ഞത്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ നല്ല പിതാവ്. കണ്ടോ? അപ്പൊ നല്ല പിതാവ് ഒരിക്കലും പിള്ളേരുടെ കയ്യോ കാലോ തല്ലി ഒടിച്ചിട്ട് നിനക്ക് അത് തന്നെ പറയും, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആരാന്നറിയാവോ എന്ന് പറയേണ്ട ഗതികേട് ദൈവത്തിനില്ല. കേട്ടെ? അപ്പൊ പ്രശ്നം, നമ്മുടെ ശരീരം പഴയ ശരീരമാണ്.
ശരീരത്തിന് ജനനം പുതിയ ശരീരമല്ല, പഴയ ബോഡി. പറഞ്ഞാട്ടെ, പഴയ ബോഡിയും പുതിയ ആത്മാവാന്ന് പറ. പഴയ ബോഡിയും പുതിയ ആത്മാവും. അതായത് പാപത്തോട് അനുരൂപരാകുന്ന സ്വഭാവമുള്ളൊരു ബോഡിയാണ് എനിക്കുള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പലരെയും കുറ്റം പറയുമായിരുന്നു. രക്ഷിക്കപ്പെട്ട ഉടനെ അതേ നാക്ക് തന്നെ നമുക്കുള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അതും ഇതൊക്കെ നോക്കുമായിരുന്നു. അതേ കണ്ണ് തന്നെ നമുക്ക് ഇപ്പോഴും ഉള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പഴയ പാപം ചെയ്ത കൈ തന്നെ ഇപ്പോഴും ഉള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയൊക്കെ പോയോ അതേ കാല് തന്നെ ഇപ്പോഴും ഉള്ളത്. കണ്ടോ, കാലിനും കൈക്കും മൂക്കിനും മനസ്സിന് പോലും മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് ആത്മാവിനാണ്. ഈ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മോർട്ടിഫൈ ചെയ്താൽ നിങ്ങൾ ജീവിക്കും. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? മോർട്ടിഫൈ ചെയ്യുക. ഇതിനെ മരിപ്പിക്കുന്നുവെങ്കിൽ, ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിന്റെ ജീവനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചതുകൊണ്ട് ഡ്യൂട്ടി തീരുന്നില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ, രക്ഷിക്കപ്പെട്ട ഒരു ബ്രദറോട് തർക്കിക്കാറുണ്ട് എപ്പോഴും. ബ്രദർ പറയും, ബ്രദറെ ഈ രോഗസൗഖ്യം ബ്രദർ എപ്പോഴും ഭയങ്കര പ്രസംഗമാണല്ലോ, ഈ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നവർക്ക് എന്തിനാ ഈ രോഗസൗഖ്യത്തിന്റെ പ്രസംഗം എന്ന് ചോദിക്കും. അവർക്ക് വേണ്ടത് അതല്ലല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഒരു വ്യക്തിക്ക് രോഗം മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചോട്ടെ, എത്ര പേർക്ക് രോഗത്തോടു കൂടെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ട് രോഗമുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? ഏതെങ്കിലും? ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബ്രദർ എനിക്ക് രോഗം ഉണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ടപ്പോ സ്നാനപ്പെട്ടപ്പോ രോഗം മാറിയോ? ആർക്കെങ്കിലും സ്നാനപ്പെട്ടപ്പോ രോഗം മാറിയോ? ഇല്ല. അപ്പൊ സ്നാനവും സൗഖ്യവുമായിട്ട് ബന്ധമില്ല. സ്നാനവും പ്രതിസന്ധിയുമായിട്ട് ബന്ധം. ചിലർ പറയും പ്രതിസന്ധി മാറണോ, ഒന്ന് ചാടിക്കോ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങിക്കോ. വെള്ളത്തിൽ മുങ്ങുന്ന സ്നാനം മാത്രമല്ല അതിന്റെ കാരണം, രക്ഷിക്കപ്പെടുന്നവനാ സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ട ഉടനെ ആരുടെയും രോഗം മാറുന്നില്ല. രക്ഷിക്കപ്പെട്ട ഉടനെ ആരുടെയും സൗഖ്യം നടക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ഉടനെ ആരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും, അതായത് ശരീരത്തിന്റെ അകത്തോ പെട്ടെന്ന് രക്ഷിക്കപ്പെട്ട ഉടനെ അയ്യോ 10 കോടി രൂപ ലോട്ടറി, വെറുതെ കടഭാരം മാറി, നടക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ഉടനെ എന്റെ കുടുംബത്തെ ഉടനെ ബ്രദറെ എന്റെ മക്കളെല്ലാം രക്ഷപ്പെട്ടു, കുടുംബത്തിൽ ഭയങ്കര സമാധാനം വന്നില്ല. രക്ഷിക്കപ്പെട്ട ഉടനെ ബ്രദറെ ഇതുവരെ ഞാൻ കടന്നുപോയ വിഷയമുണ്ട്, ഒറ്റയടിക്ക് പോയില്ല, അവിടെ തന്നെ ഉണ്ടല്ലോ. അതെന്താ ബ്രദറെ അങ്ങനെ? ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇനി എങ്ങനെ ഇതിനെ ജയിക്കാം? ആത്മാവിനാൽ. അപ്പൊ ഒരു വിശ്വാസി, ഇനി ശ്രദ്ധിച്ചോണേ, ഇന്നലെ നമ്മൾ കേട്ടു പത്രോസിലേക്ക് ഒരു വാക്ക് പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുക. അപ്പൊ എന്റെ അകത്തുള്ളതിനെ നിനക്ക് തരുക. എന്താണെന്നറിയാവോ? ജീവൻ. യേശുവിന്റെ നാമത്തിൽ ആ മുടന്തനോട് പറഞ്ഞു, ഇന്ന് നീ എണീക്കാൻ വേണ്ടി പോവാ. കണ്ടോ, അപ്പൊ മുടന്തനെ എണീപ്പിക്കുന്ന ദൈവത്തിന്റെ ജീവൻ മോർട്ടിഫൈ ചെയ്യുക. അവിടെ ആ ജഡത്തിന്റെ ബലഹീനതകളെ മോർട്ടിഫൈ ചെയ്യുക അവിടെ ചെയ്തത്. അതിനെ മോർട്ടിഫൈ ചെയ്ത് അതിന്റെ മേൽ ജീവനെ കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മോർട്ടിഫൈ ചെയ്യണം. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ആത്മാവിന്റെ പ്രവർത്തികളെ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് വിശ്വാസ ജീവിതം. ഇനി കേട്ടോണം. അപ്പൊ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പം ഞാനിത് ഒരു പാർട്ടോടെ തീരുന്നില്ല. എനിക്കറിയാം എത്ര പേർക്ക് ഇത് കടികട്ടി പോലെ തോന്നുന്നുണ്ടോ? നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ഇനി ശ്രദ്ധിച്ചോണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഗ്രഹിക്കുവാൻ, ഇത് മനസ്സിലാക്കുവാൻ, ഞങ്ങൾ ഉള്ളത്തിൽ ഇത് പതിയണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനുവേണ്ടി സഹായിക്കണേ അപ്പ. ഞങ്ങളുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല അപ്പ. പരിശുദ്ധാത്മാവിന്റെ കൃപ, അമിത കൃപ ആവശ്യമാണ്. ഈ വിഷയം, ഈ ജീവന്റെ വചനം ഞങ്ങളിൽ പ്രവേശിക്കട്ടെ, ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ആമേൻ. കേട്ടോണം. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്നാന്ന് ചോദിച്ചാൽ, പിശാചിന്റെ ഡ്യൂട്ടി ആയിരുന്നു ആ കെട്ടുപോയ ആത്മാവിനെ മരണത്തിന്റെ വാഴ്ച കൊണ്ട് നമ്മുടെ ശരീരത്തെ അവൻ എന്ത് ചെയ്തു? ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാണ് അവന്റെ ഡ്യൂട്ടി. നിങ്ങളുടെ ഡ്യൂട്ടി പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? മോർട്ടിഫൈ ചെയ്യുക, ഇമ്മോർട്ടാലിറ്റിയിലേക്ക് കൊണ്ടുപോകുക. എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ശ്രദ്ധിച്ചോണം. ഈ വാക്ക് കണ്ടോണം. റോമർ ലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇനി ഒരു വാക്ക് ഞാനൊന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും
തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. കണ്ടോ? ജീവജലത്തിന്റെ നദി എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും വാക്കുകൊണ്ടോ ഉള്ളിൽ എന്നോട് പറഞ്ഞാട്ടെ, യേശുവിനെ കർത്താവായി വിശ്വസിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നിന്നും ജീവൻ ഒഴുകുമെന്ന് പറ. യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ഇനി അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, യേശു തേജസ്കരിക്കപ്പെടാത്തത് കൊണ്ട് ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി യേശു പ്രസംഗിക്കുക. ഓടിവാ, ദാഹിക്കുന്ന ഏവരും ഓടിവാ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും നദി ഒഴുകാൻ പോകും. ഉടനെ എല്ലാവരും ഓടി വന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തേജസ്കരിക്കപ്പെട്ടാൽ ഇത് കിട്ടത്തുള്ളൂ. കണ്ടോ? പരിശുദ്ധാത്മാവ് വരണം. എന്തിനാ പരിശുദ്ധാത്മാവ് വരുന്നത്? കെട്ടുപോയ എൻ്റെ ആത്മാവിനെ കത്തിക്കാൻ വേണ്ടി. പറഞ്ഞാട്ടെ, കെട്ടുപോയ എൻ്റെ ദീപത്തെ കത്തിക്കാൻ വേണ്ടിയാന്ന് പറ. ഇതിനാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ തീ പോലെ ഇറങ്ങി വന്നത്. കണ്ടോ? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് വെളിപ്പെട്ടു. അതിന്റെ അർത്ഥം എന്നറിയാവോ? കെട്ടുപോയ വെളിച്ചം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എന്റെ ദീപത്തെ കത്തിക്കും. ഇപ്പൊ മനസ്സിലായോ? കെട്ടുപോയതിനെ കത്തിക്കുവാൻ വേണ്ടിയാണ് തീ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആമേൻ. ഇത് കത്തിയോടനെ പത്രോസ്ലീഹ ചാടി എണീറ്റു. കണ്ടോ? കത്തിയോടനെ പത്രോസ്ലീഹ ചാടി എണീറ്റു. ഇതാണ് യേശു പറഞ്ഞത്. ഇനി ചാടി എണീറ്റപ്പോൾ അടുത്ത വാക്ക് യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും അടുത്തത് നദി ഒഴുകും. ഇനി കേട്ടോണം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നദി ഒഴുകും. ഈ ഒഴുക്കാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്, മോർട്ടിഫൈ ചെയ്യുക. കണ്ടോ? നദി ഒഴുകുന്നു. ഈ വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ ചില ആൾക്കാർ പറയാനുണ്ട്, ആൻഡ് ഹിസ് ബെല്ലി ഷാ ഫ്ലോ റിവർ ഓഫ് ലിവിംഗ് വാട്ടർ. ചിലർ പറയാറുണ്ട്, ഈ നമ്മുടെ ഇന്നർമാൻ അഥവാ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ഈ ബെല്ലി ഭാഗത്താണ്. ചില പ്രസംഗകരും ചില പ്രവാചകന്മാരും പറയാറുണ്ട്. നിങ്ങൾ കേട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ ബെല്ലി, വയറിന്റെ ഭാഗത്തായിരിക്കാം ഈ ആത്മമനുഷ്യനും ഈ പരിശുദ്ധാത്മാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ വ്യാഖ്യാനം അറിയത്തില്ല. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രസംഗം കേട്ടിരിക്കാം, ചിലപ്പോൾ ഇത് വെച്ചുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പൊ ഞാൻ ഈ ബെല്ലിയുമായിട്ട് കണക്ട് ചെയ്യാം. ബെല്ലി, നമ്മുടെ ബെല്ലി അഥവാ ഈ ബെല്ലി എന്ന് പറഞ്ഞ ഭാഗം ശരിക്കും എവിടെയാ ഒന്ന് പറയാൻ പറ്റും? ബെല്ലി, വയറിന്. ഈ വയറിന് എന്താ പ്രത്യേകത? വയറിൽ എന്താ സംഭവിക്കുന്നത്? വയറിന്റെ അവിടെ ദഹനം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കുന്ന സ്ഥലമാണ് ബെല്ലി എന്ന് പറയുന്നത്, അല്ലെ? ഫുഡ് കഴിക്കുന്നതിനെ ബെല്ലിയിൽ കൊണ്ടുവന്ന് അതിനെ ദഹിപ്പിച്ച് നമുക്ക് വേണ്ട പ്രോട്ടീനും ഫൈബറും മിനറൽസും ഒക്കെ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് അയക്കുന്ന പ്രോസസ്സാണ് ബെല്ലിയിൽ നടക്കുന്നത്, ആണല്ലോ. ഈ ബെല്ലിയിലാണ് ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്ന സ്ഥലം അതാ. നോക്കിയേ. അപ്പം ഇതുമായിട്ട് എന്താ ബന്ധം? അപ്പം നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പം നിങ്ങൾക്കൊരു ആത്മശരീരം ലഭിക്കുന്നു. ആത്മശരീരം, അതാണ് സ്പിരിച്വൽ ഐസ് എന്നും സ്പിരിച്വൽ ഇയേഴ്സ് എന്നും ഒക്കെ പറഞ്ഞ പോലെ ആത്മീയ കണ്ണുള്ള. ഈ ആത്മീയ കണ്ണ് തുറന്നത് കൊണ്ടാണ് പലപ്പോഴും ബ്രദറിന് നിങ്ങൾ ഇന്നലെ കേട്ടല്ലോ ഓരോ പ്രവചനങ്ങൾ പറയാൻ പറ്റുന്നതിന്റെ കാരണം. ഇപ്പൊ ഇന്ന സ്ഥലം, ഇന്നലെ നമ്മൾ കേട്ടല്ലോ ആ വ്യക്തിയെ പറ്റി ദൂത് പറഞ്ഞില്ലേ, ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണിക്കുന്നു, രാജാക്കാടുമായിട്ട് ബന്ധം കാണിക്കുന്നു. ആ ഷാജിയുടെ ഭവനത്തിൽ ഇന്ന മാസം ജനിച്ചൊരു വ്യക്തി. അപ്പൊ ആ രാജാക്കാട് എന്ന് പറയുന്ന ഭവനത്തിൽ നിന്നും കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രതിസന്ധി, ഒരു പൈശാചിക ബന്ധനം, അത് ഷാജിയിൽ നിന്നും കുടുംബത്തിൽ ഇന്ന തലമുറ വരെ വന്നു നിൽക്കുന്നു എന്നൊരു പ്രവചനം എത്ര പേര് കേട്ടായിരുന്നു? കേട്ടു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് കേൾക്കാനും അത് കാണാനും പറ്റുന്നതിന്റെ കാരണം, ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറയാം. ബ്രദറിന്റെ ഉള്ളിലെ ആ സ്പിരിച്വൽ ഐസ്, അതായത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ കാണാനും സ്പിരിച്വൽ ഐസ്, ദൈവത്തിൽ നിന്നുള്ളതിനെ കേൾക്കാനും ഉള്ള ഒരു എബിലിറ്റി പരിശുദ്ധാത്മാവ് ദാനമായി തന്നതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഒരു കൃപ തന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മനുഷ്യന് കാണാൻ പറ്റാത്തതിനെ കാണാൻ പറ്റും.
മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ സ്പിരിച്വൽ ഐസ് തുറക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ ബ്രദറെ ഞങ്ങൾക്കും പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഇനി ശ്രദ്ധിച്ചോണം, രണ്ട് രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ഞാൻ രണ്ട് രീതി, അപ്പൊ ഒന്നോ രണ്ടോ ക്ലാസ് ആയിട്ട് ഇത് പോകും. രണ്ട് രീതിയിലാണ് ആത്മ മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. രണ്ടല്ല, പല രീതിയുണ്ട്, ഞാനത് പറഞ്ഞു തരാം. ഒന്ന്, ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ എനിക്ക് സ്നാനപ്പെട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. സ്നാനപ്പെട്ട സമയത്ത് എനിക്ക് സംഭവിച്ചില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ 2012 ഞാൻ സ്നാനപ്പെട്ടതും അതിന് മുമ്പേ, എനിക്ക് 8-ലോ 5-ലോ വേണ്ട, കറക്റ്റ് ഓർക്കുന്നില്ല. അതിനുശേഷം 2012 കർത്താവുമായി എനിക്കൊരു കൂട്ടിമുട്ടലുണ്ടായി, ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയി. അന്ന് മുതൽ 2012 മുതൽ എനിക്ക് ദർശനങ്ങൾ കാണുവാനും ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ എന്തൊക്കെയാണോ ദൈവത്തിന്റെ പദ്ധതികളെ റിവീൽ ചെയ്യുവാനും ആ വ്യക്തിയുടെ കാര്യങ്ങളെ വെളിപ്പെട്ട് വരുവാനുമുള്ള ഒരു കൃപ, ഒരു കഴിവ്, ഒരു എബിലിറ്റി എനിക്ക് ലഭിച്ചു. അതാണ് എൻ്റെ സ്പിരിച്വൽ ഐസ്. എനിക്കത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കിട്ടി. എനിക്കത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അത് എനിക്ക് ഇൻബിൽറ്റ് ആയിട്ട്. അത് ചിലർക്ക് അങ്ങനെ, ചിലരുടെ വിളി അങ്ങനെയാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ വരത്തില്ല. ചിലർ അത് എക്സസൈസിലൂടെ പുറത്തെടുക്കണം. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും ബലഹീനനായതുകൊണ്ട് തമ്പുരാൻ തന്നത് കൃപയാകട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോണേ, ഇവിടെ നോക്കുക. അപ്പം ഇതുമായിട്ട് എൻ്റെ ബന്ധം, നിങ്ങളുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അപ്പം ഒരു ആത്മ മനുഷ്യന്റെ കണ്ണും മൂക്കും വായും ഉള്ളതുപോലെ തന്നെ ഇവരൊരു ശരീരമുണ്ട്. അതാണ് ആത്മശരീരം എന്ന് ബൈബിളിൽ പലയിടത്തും കാണാൻ പറ്റും. ആത്മശരീരമുണ്ട്. നമുക്കിപ്പോൾ കാണുന്ന നമ്മുടെ പ്രാകൃത ശരീരമുണ്ട്. ഫിസിക്കൽ ബോഡിയുണ്ട്, സ്പിരിച്വൽ ബോഡിയുണ്ട്. അപ്പൊ സ്പിരിച്വൽ ബോഡിയിലാണ് ഈ ജീവൻ വരുന്നതും നദി വരുന്നതും. ഈ നദി ഒഴുകുമ്പം നമുക്കറിയാം, ബ്ലോക്കുകൾ വന്നാൽ ഈ നദിക്ക് ഒഴുകാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ബ്ലോക്ക് ഞാൻ പറയാം. ഇപ്പം ഒരു വ്യക്തി യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, നിങ്ങൾ പോയിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ പ്രസംഗിക്കുവാണ്, നിങ്ങൾക്കൊരു വിഷയമുണ്ട്, രോഗമുണ്ടെന്നിരിക്കണം, ഉദാഹരണമായിട്ട് പറയുകയാണ്. ആ വ്യക്തി ഒന്ന് പ്രാർത്ഥിച്ചു, മാറിയില്ല. ഉടനെ ഞാൻ അങ്ങ് പ്രസംഗിക്കും, സഹോദരി, ഈ രോഗം ചിലപ്പോൾ ദൈവം തന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ രോഗത്തിലൊന്നും അല്ല കാര്യം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതില്ല. ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിക്കുക. നിങ്ങൾ കൈയടിച്ച് ആമയം പറഞ്ഞ്, ശരിയാ, രോഗവും വന്നാലും വന്നില്ലെങ്കിലും മാറിയാലും മാറിയില്ലെങ്കിലും വിടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. കണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറയുമ്പം ഈ നദിക്ക് ഒഴുകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ വചനത്തിന് വിരുദ്ധമായാണ് അവിടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ബ്രദറെ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ ദൈവത്തിന് വേണ്ടിയല്ലേ പറഞ്ഞത്? ദൈവകാര്യമല്ലേ പറഞ്ഞത് സത്യമല്ലേ? അല്ല. കേൾക്കുന്നത് സൂക്ഷിക്കണം. ബൈബിൾ പറയുന്നത് രോഗം നിങ്ങൾക്കുള്ളതല്ല. ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനെ രോഗിയായിട്ടല്ല സൃഷ്ടിച്ചത്. അകത്ത് ജീവൻ കൊണ്ട് ശരീരത്തിൽ റിഫ്ലക്ഷൻ ഉണ്ടായി, തേജസ് ഉണ്ടായി. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പഴയ ബോഡി തന്നെയാണിത്. ഈ ബോഡിയെ മോർട്ടിഫൈ ചെയ്യണം. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മോർട്ടിഫൈ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. കണ്ടോ? അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി ഈ രോഗത്തെ ജീവൻ കൊണ്ട്, രോഗം വരുന്നത് മരിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി. ഏത് രോഗത്തിന്റെ പിന്നിലെ ലക്ഷ്യം മരണം തന്നെയാണ്. ലക്ഷ്യം. ഓരോ ദിവസവും ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കാർന്ന് തിന്ന് മരിക്കുക, കൊല്ലുക. ഇതാണ് രോഗത്തിന്റെ ലക്ഷ്യം. ഇതിനെ നിങ്ങൾ കൊല്ലുക, ജഡത്തിന്റെ പ്രവൃത്തികളെ മോർട്ടിഫൈ ചെയ്യുക. കണ്ടോ? അപ്പൊ നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ തലയ്ക്കകത്ത് കിടക്കുക അത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, കർത്താവേ എനിക്ക് സൗഖ്യം വേണം. പക്ഷേ മനസ്സിലൂടെ എവിടെയൊക്കെയോ ഈ നദി ഒഴുകാതിരിപ്പാൻ തങ്ങൾ തട വെച്ചിരിക്കുക. കണ്ടോ? ആ തട പൊട്ടണമെങ്കിൽ റൂട്ട് ക്ലിയർ ആക്കണം. പറയണം, സൗഖ്യം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. എൻ്റെ ശരീരത്തിൻ്റെ അവകാശം ആരോഗ്യമാണ്. രോഗം എനിക്കുള്ളതല്ല. ഇനി ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് ഈ ബെല്ലി എന്നൊരു പദം അവിടെ വന്നത്? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ, അത് ഹൃദയം എന്ന് തമ്പുരാൻ പറയാറുന്നല്ലോ. ഹൃദയം എന്ന് പറയുമ്പോൾ എളുപ്പമായിരുന്നു, ഹൃദയത്തിൽ നിന്ന് വിശ്വാസം കൊണ്ടുവന്ന അവിടെയാ. പക്ഷെ ബെല്ലി എന്നൊരു പദം അവിടെ ഉപയോഗിച്ചു ദൈവം. ബെല്ലി എന്നൊരു പദം. ആ ബെല്ലി എന്നൊരു പദം ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴാണ് എന്റെ മനസ്സിൽ വന്നത്, ഈ സ്പിരിച്വൽ ബോഡിക്ക് ബെല്ലിയുണ്ട്.
കാര്യം നമ്മൾ വചനം ഭക്ഷിക്കുമ്പോൾ ഈ വചനം ഡൈജസ്റ്റ് ആകണം. അതുകൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. കണ്ടോ, എന്റെ ധ്യാനിച്ചപ്പോൾ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കണ്ടോ, ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ബൈബിളിൽ വചനത്തെ ഭക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനത്തെ ജീവനായും അപ്പമായും പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാനുള്ളതാ. അപ്പൊ വചനം ഞാൻ ഭക്ഷിക്കുമ്പോൾ ഇത് ഡൈജസ്റ്റ് ആകണമല്ലോ, ഇതെന്റെ ബെല്ലിയിലോട്ട് ചെല്ലണം. അപ്പൊ മനുഷ്യന്റെ ഒരു ബെല്ലിയുണ്ട്. നിങ്ങൾ വചനം പറയുമ്പോൾ ഇത് അകത്തോട്ട് ചെന്നിട്ട് ഇത് ഡൈജസ്റ്റ് ആയിട്ട് ഈ വചനം നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറയണം. എപ്പോഴും പറയും, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് രോഗസൗഖ്യം മാത്രം, ഞാൻ ആരോഗ്യം വന്നിരിക്കുന്നു. എനിക്ക് കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഒരു രോഗത്തിനും എന്റെ മേൽ അവകാശമില്ല. പറയണം, കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഒരു രോഗത്തിനും എന്റെ ശരീരത്തിന്റെ മേൽ അവകാശമില്ല. മോർട്ടിഫൈ ചെയ്യണം. കണ്ടോ, ഈ വചനം പറയും തോറും ഡൈജസ്റ്റ് ആകും. കണ്ടോ, ഇനി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട്, വയറ് വിട്ട് ബിരിയാണി കഴിച്ചു, നിങ്ങൾ പോയി കിടക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തിനാ കിടക്കരുത് പറയാൻ കാരണം? കഴിച്ച ഉടനെ കിടക്കരുത് പറയാൻ കാരണം ദഹിക്കില്ല, വണമുഖം. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക. കണ്ടിന്യൂസ് വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുക. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സൗണ്ടിന് ഒരു പ്രശ്നം വന്നു, ശബ്ദത്തിനൊരു പ്രോബ്ലം വന്നു, ഒട്ടും സൗണ്ട് ഇല്ല. എനിക്ക് എന്റെ മെഡിക്കൽ ടൈം ഒന്നും അറിയത്തില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച് ഞാൻ പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് കട്ടായിക്കൊണ്ടിരിക്കുക, വോളിയം കുറയാം, മനസ്സിലൊരു ഭയം. ഡോക്ടറെ കാണിച്ചു, ആദ്യമൊക്കെ മരുന്ന് കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. സൗണ്ട് ഓരോ ദിവസം കഴിയുന്നവർ കുറഞ്ഞു പോവുക. ഉടനെ പല ടെസ്റ്റ് നടത്തി, ക്യാൻസർ ടെസ്റ്റ് നടത്തി, പല ടെസ്റ്റ് നടത്തി, ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെയും ഡീപ്പ് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ത്രോട്ടിലോട്ട് പോകുന്ന എന്തോ ഒരു സംഭവം, ഈ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മുടെ ഫുഡിനെ ദഹിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ആസിഡ് ഉണ്ട് അല്ലേ. എനിക്ക് അതിന്റെ പറയുന്നത് ശരിയോ തെറ്റോ ആയിരിക്കും കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് മെഡിക്കലി ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കണമെങ്കിൽ എന്തുണ്ട്, ഒരു ആസിഡ് ഉണ്ടല്ലേ. കറക്റ്റാ. ഇദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വയർ നിറച്ച് ചോറും കറിയും മീൻ കറിയും അതും ഇതൊക്കെ കഴിച്ചിട്ട് പോകും. ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഇദ്ദേഹം വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ, അവിടെ പോകുമ്പോഴും നന്നായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഇതേപോലെ തന്നെ എരിവുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് ഈ ദഹനത്തിന്റെ ടൈമിൽ ഇദ്ദേഹത്തിന്റെ അകത്തിരിക്കുന്ന ഈ ആസിഡുകൾ അദ്ദേഹം തൊണ്ടയിലേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെയല്ലേ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ഇത് അവിടുന്ന് കറക്റ്റായിട്ട് നടക്കാതെ ഈ ആസിഡുകൾ വന്ന് ഇദ്ദേഹത്തിന്റെ സൗണ്ടിന്റെ അങ്ങോട്ട് പോണ ഈ ഞരമ്പുകൾക്ക് എന്തുണ്ടായി, ദ്രവിക്കാൻ തുടങ്ങി അല്ലേ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പറഞ്ഞത് മെഡിക്കലി ഇവിടെ പറഞ്ഞ NHS ഹോസ്പിറ്റലിൽ പറഞ്ഞു വെച്ച് ഞാൻ പറയുകയാണ്. അപ്പൊ ഇത് നിമിത്തം ഇദ്ദേഹത്തിന്റെ ഈ വോക്കലിലെ സംഭവം ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്ത്, ഈ പഴം കഴിക്കരുത്, അത് കഴിക്കരുത്, കുറെ എടുത്തു. ഫസ്റ്റ് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സാവകാശം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോരുന്നല്ല എൻ്റെ അർത്ഥം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാലും കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് ടൈം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കുക, ഓടിപ്പോയി കിടക്കരുത്. കണ്ടോ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? കണ്ടോ? അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളുടെ മനുഷ്യന് കേൾക്കുന്ന വചനം പ്രയോജനപ്പെടണം. കേട്ടത് അവരിൽ വിശ്വാസമായി വരാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടില്ല. എബ്രായർ 4-ാം വാക്യം കണ്ടോ, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനം വന്നില്ല. വയറ് നിറച്ച് വചനം കഴിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് ഡൈജസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ വചനം പറയുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യണം. അതാണ് വചനം പറയുമ്പോൾ കണ്ണടച്ചിട്ട് വെറുതെ പറയരുത്, ഹല്ലേലൂയ പറയല്. കണ്ണടച്ചിട്ട് യേശുവിന്റെ അടിപ്പിണരുകളാൽ ഏതാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിൽ രോഗം മാറട്ടെ എന്നല്ല, ദിവ്യാരോഗ്യം മെഡിറ്റേറ്റ് ചെയ്യണം. ദിവ്യാരോഗ്യം, ആരോഗ്യം ഇത് മെഡിറ്റേറ്റ് ചെയ്യണം, പറയണം. നിങ്ങളുടെ ഡ്യൂട്ടി എന്നാന്ന് വെച്ചാൽ മോർട്ടിഫൈ ചെയ്യുക. നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭ വന്നാൽ ഒന്നും തീരത്തൊന്നുമില്ല, തുടങ്ങുക. നോക്കിക്കേ, വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു, +2 പ്രവേശനം ലഭിച്ചു, എല്ലാം തികഞ്ഞു. അല്ല, ഇത് തുടങ്ങുക പഠിക്കാൻ. കണ്ടോ, നമ്മൾ പറയത്തില്ല പിള്ളേരോട്,
അഡ്മിഷൻ കിട്ടി ബ്രദറെ, സന്തോഷം, പ്രാർത്ഥിച്ചതിന് നന്ദി. അഡ്മിഷൻ കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, പഠിക്കണം. അതല്ലേ സത്യം. അഡ്മിഷൻ കിട്ടുന്നത് വലിയ കാര്യമാ, പക്ഷെ അടുത്തത് കിടക്കുക. രക്ഷിക്കപ്പെട്ടത് വലിയ കാര്യമാ, ഇനിയും കിടക്കുക. മോർട്ടിഫൈ ചെയ്യുക ഓരോ ദിവസവും. കണ്ടു. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കേട്ട വാക്യത്തിൽ പറഞ്ഞ് കേൾക്കുന്നത് സൂക്ഷിക്കണം. എങ്ങനെ കേൾക്കുന്നു, കേൾക്കുന്നതല്ല എങ്ങനെ കേൾക്കുന്ന കുഴപ്പം. ചിലർ പറയുന്നു, ബ്രദറെ ദൈവം തന്നതാ രോഗം. ആമേൻ. കണ്ടോ, ദൈവം എനിക്ക് രോഗം തന്നു. എന്തിനാണെന്നറിയാമോ? ഞാൻ മര്യാദ പഠിക്കാൻ വേണ്ടി. ചില നേകൾ എനിക്കുണ്ടായിരുന്നു. കണ്ടോ, സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയരെ, നിങ്ങൾ ഈ ഒഴുക്കിനെ തടയുകയാണ്. യേശു പറഞ്ഞ എന്തുവാണ്? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഈ നദിയെ ഒഴുകാൻ സമ്മതിക്കുന്നില്ല, ജീവൻ അങ്ങോട്ട് ഒഴുക്കാൻ പറ്റുന്നില്ല. പകരം ഇപ്പോഴും പഴയ മരണത്തിന്റെ വാഴ്ചയാ നടക്കുന്നത്. മരണത്തിന്റെ വാഴ്ച നടക്കുന്നത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പല പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ തളർന്നു പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ഇതിനെല്ലാം പല കാരണങ്ങളുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത് ഒറ്റ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ കാരണം. ഇനി എന്ത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ. ശരിക്കും പറഞ്ഞാൽ ഇത് നീണ്ടു പോകേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. നിങ്ങൾ ഈ ദിവസത്തിൽ ഒറ്റ ക്ലാസ് മിസ്സാക്കരുത്. വേണമെന്നുള്ളവർ, എനിക്ക് ബ്രദർ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2-3 ക്ലാസ്സുകൾ മിസ്സാക്കരുത്. മോർട്ടിഫൈ എന്നുള്ള ക്ലാസ്സാണിത്. ഇത് മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയാൽ, ഞാൻ ഇന്നലെ എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഞാനിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവി, ഇത് ജനം അറിയണം. അപ്പൊ ബ്രദറെ, എനിക്ക് ഇപ്പോഴും ആ വേദന ഉണ്ടല്ലോ, ഇപ്പോഴും ആ രോഗമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാ ബ്രദറെ, ഇപ്പോഴും കൂടെ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ശ്രദ്ധിച്ചോണേ, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, ആത്മാവിനെ രക്ഷ വന്നിട്ടുള്ളൂ. ശരീരത്തിൽ ജനനം സംഭവിച്ചിട്ടില്ല. പ്രശ്നം, ശരീരത്തെ നമ്മൾ കളയണം, പറ്റത്തില്ല. ശരീരം നമുക്ക് ആവശ്യമാണ്. ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? മോർട്ടിഫൈ ചെയ്യണം. നമ്മുടെ ഡ്യൂട്ടി ഇതാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, 2 രീതിയിലാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയങ്ങൾ, ചില ബ്രദർമാർ വന്ന് കൈവച്ച ഉടനെ അത്ഭുതം നടക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല. എത്ര പേര് ശ്രദ്ധിച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, പക്ഷെ ഒരു ബ്രദർ വന്ന് പെട്ടെന്ന് കൈവച്ചപ്പോൾ അതങ്ങ് മാറി. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഉറപ്പായിട്ടും ആ ബ്രദറിന്റെ പ്രത്യേകത 2 രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ആത്മമനുഷ്യന്റെ ശക്തി നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. അദ്ദേഹത്തിന് മോർട്ടിഫൈ ചെയ്യുവാനുള്ള എബിലിറ്റി നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, പക്ഷെ മറ്റൊരാൾ വന്ന് കൈവച്ച ഉടനെ അത് മാറി. ഉടനെ നമ്മൾ അയാളുടെ പുറകെ പോകും. അതാ പ്രശ്നം. യേശുവിന്റെ പുറകെ പോകത്തില്ല. നമ്മൾ അന്വേഷിക്കണം. ബെറോവയിലെ വിശ്വാസികളെ പോലെ നമ്മളും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അന്വേഷിക്കണം. ഇത് നമ്മൾ അന്വേഷിക്കത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മടിയന്മാർ. എന്നാ പിന്നെ ആ ബ്രദറിനെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം, എന്നാ പിന്നെ എല്ലാ വിഷയം വന്നാലും ബ്രദറിന്റെ പുറകെ പോവാം. അതാണ് വിഗ്രഹാരാധന. പകരം ചിന്തിക്കണം, എന്തുകൊണ്ട് ഞാനും യേശുവിനല്ലേ വിളിക്കുന്നത്? പറഞ്ഞുതരാം. ആ വ്യക്തി ഈ നദിയെ കൂടുതൽ ഒഴുക്കുന്നയാളാ. കണ്ടോ? ഈ ആത്മനദിയെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലപോലെ ദഹനശേഷിയുള്ള ബെല്ലിയുള്ള ആളാ. വചനം പറയുകയും ആ വചനം കൊണ്ട് ആത്മ മനുഷ്യനിലൂടെ ദഹനം നടക്കുന്നയാളാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വചനം പറയുമ്പോൾ പ്രാർത്ഥന, അന്യഭാഷ പ്രാർത്ഥനയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ല സംഭവം ഈ വചനം ദഹിക്കാൻ ഏറ്റവും നല്ലത് അന്യഭാഷ പ്രാർത്ഥനയാണ്. നല്ലതായിട്ട് ദഹിക്കും. ഇപ്പൊ നിങ്ങൾ വചനം പറയുമെന്ന് വിചാരിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. കടവാരം മാറുന്നില്ല. ശ്രദ്ധിച്ചോണേ. പിന്നെയും പറയും, യഹോവ എൻ്റെ ഇടയൻ. അപ്പൊ ഇടയൻ എനിക്കൊന്നിനും മുട്ടുണ്ടാകുമ്പോഴേക്കും നിങ്ങൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കണം. ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ബൈബിളിലെ വചനങ്ങളെ തപ്പണം. പഴയ നിയമത്തിൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മന്ന കൊഴിഞ്ഞതുപോലെ എൻ്റെ മുറ്റത്ത് നന്മകൾ കൊഴിയും. ഇതാണ് ധ്യാനിക്കുന്നത്. ഇതൊക്കെയാണ് ധ്യാനിക്കേണ്ടത്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ, യഹോവയുടെ ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർക്കണം, മറക്കരുത്. ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഈ വചനമൊക്കെ പറയാം. അതും ഇതൊക്കെ ഓർത്തുകൊണ്ട് പറയരുത്. അപ്പൊ നമ്മുടെ ആത്മ മനുഷ്യൻ ആക്റ്റീവ് ആകും. ഇവിടുന്ന് ഒരു നദി ഒഴുകും, ജീവന്റെ നദി. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകും. അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാം വ്യത്യാസം. സമയം മുന്നോട്ട് പോയി.
അപ്പൊ വേറൊരു ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആത്മ മനുഷ്യന് നിങ്ങളെ ആക്സസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ ബോഡീനെ മോർട്ടിഫൈ ചെയ്യുവാൻ. അതുകൊണ്ടാണ് ചിലരുടെ കൈവപ്പ് വരുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്കൊരു പകർച്ച ഉണ്ടാകുന്നതിന്റെ കാരണം. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ റീസൺ ഈ നദിയാണ്, ജീവന്റെ ഒഴുക്കാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നദി ഒഴുകുവാനുള്ള ചാല് വെട്ടിക്കൊടുക്കണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകളെ പുറത്തു ചാടിക്കുക. ബൈബിളിലെ വചനം വായിക്കണം. ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. രോഗത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി, സമൃദ്ധിയെപ്പറ്റി, ജീവനെപ്പറ്റി, ദൈവത്തെപ്പറ്റി, നന്മയെപ്പറ്റി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ ഈ കർത്താവിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ബഹുസമ്പന്നനാണ്, ദൈവം നമ്മളെ ഫിനാൻഷ്യലി അനുഗ്രഹിക്കും, മിറക്കിൾ മണി ഉണ്ടാകുന്നവർ എല്ലാവരും കളിയാക്കുമായിരുന്നു. ദുരുപദേശമാണെന്ന് പറയും. കാര്യം എന്നറിയാവോ, അവര് പഠിച്ചേക്കുന്ന, അവരെ പഠിപ്പിച്ച് കള്ളത്തരം പഠിപ്പിച്ച് വെച്ചിരിക്കുക. ദാരിദ്ര്യമാണ് നിന്റെ സമ്പത്ത്. കണ്ടോ, നിന്റെ അവകാശം ഈ പട്ടിണിയും ദുരിതവും, തല്ലുകൊല്ലുക, മറ്റുള്ളവർ തല കുനിക്കുക, ഇതാണ് ഈവിൾ ടീച്ചിങ് എന്ന് പറയുന്നത്. ബൈബിളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറുക്കിയെടുത്തിട്ട് ഒരു രൂപം ഉണ്ടാക്കി വെക്കും. ഈ രൂപം വെച്ചുകൊണ്ട് പഠിപ്പിക്കും. അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുക. ഞാൻ ഇപ്പോഴും പറഞ്ഞ ഈ വാക്യം എല്ലാം കണക്ഷൻ കൊടുത്തേക്കുന്നുണ്ടോ? വെറുതെ പറയുമല്ല, അവിടെ കറക്റ്റ് കണക്ഷൻ കൊടുക്കണം. നമ്മൾ ഒരു വാക്യം അവിടുന്ന് വലിച്ചെടുത്തിട്ട് കണ്ടോ, ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞത്, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പൊ വിടുതൽ കിട്ടത്തില്ലേ ബ്രദറെ? ബൈബിളിൽ വാക്യം ഉണ്ടല്ലോ, വിടിവിക്കാൻ ആരും വരത്തില്ലെന്ന്. അപ്പൊ ഇനി വിടുതലില്ല. അപ്പൊ നമ്മൾ പറയും ഇനി വിടുവിച്ചാലും ഇല്ലേലും ഓക്കെ. കണ്ടോ, അങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷെ മറന്നു പോകരുത്, യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ രക്ഷിപ്പാൻ, നശിപ്പിപ്പാനല്ല. കണ്ടോ, മനസ്സിലാക്കണം, അർത്ഥങ്ങളിലേക്ക് പോകണം. അപ്പൊ എൻ്റെ വിഷയങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയം സബ്ജക്റ്റ് രോഗസൗഖ്യം. ഇനി ദിവസങ്ങളിലൊക്കെ ഹീലിംഗ് ആണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരോഗ്യം, ഹീലിംഗ് അല്ല, ഡിവൈൻ ഹെൽത്ത്, ആരോഗ്യം. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ അകത്തുനിന്നുണ്ടാകുന്ന ഒഴുക്കിന്റെ ഫ്ലോ വർദ്ധിപ്പിക്കുക. ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ധ്യാനിക്കണം. വെറുതെ വചനം പറയരുത്. വചനം പറയുന്നത്, ധ്യാനിക്കുന്നതിന്റെ കാരണം ഡൈജസ്റ്റ് ആകാൻ വേണ്ടിയാ. അതാണ് ബെല്ലി എന്നൊരു പദം കൊടുത്തേക്കുന്നത്, ബെല്ലി. ഇപ്പൊ ഞാൻ അതുകൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാവേ. ഞാനിപ്പോൾ രോഗത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് വചനം പറയുക, കർത്താവേ അങ്ങനെ അടിപ്പിണരാൽ സൗഖ്യം വരണവേ. ഇത് പറയുമ്പം എൻ്റെ മനസ്സ് മൊത്തം മെഡിക്കൽ റിപ്പോർട്ട് നിറഞ്ഞിരിക്കുക. കണ്ണടയ്ക്കുമ്പം ഇവിടെയാണ് ധ്യാനിക്കുന്നത്. കണ്ണടയ്ക്കുമ്പം ഞാൻ മെഡിക്കൽ റിപ്പോർട്ടിന് പകരം യേശുവിൻ്റെ മുറിവ് കാണണം. യേശുവിനെ അടിക്കുന്നത് കാണണം. റോമൻ പടയാളികൾ യേശുവിൻ്റെ ബോഡീനെ, ജീവനുള്ള യേശുവിൻ്റെ ശരീരത്തെ ആ ഇരുമ്പും അസ്ഥിയും ചേർന്നുള്ള ചാട്ടവാറുകൊണ്ട് ഇങ്ങനെ അടിച്ച് യേശു പ്രാണവേഗത്താൽ കരയുമ്പോൾ ബൈബിൾ പറയുന്ന ഉഴവ് ചാലുപോലെ യേശുവിൻ്റെ ശരീരം, മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്നും കണ്ണ് പറിച്ചിട്ട്, ആത്മക്കണ്ണ് യേശുവിൻ്റെ ആ മുറിഞ്ഞ രക്തം ഒഴുകുന്ന മാംസ ശരീരത്തിലേക്ക് നോക്കിക്കൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറയുമ്പോൾ കണ്ണടച്ച് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണടച്ച് യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഇന്നേ വരെ നമ്മൾ കാണാത്ത റോമൻ പടയാളിയെ കാണാൻ പറ്റുന്നില്ലേ? യേശുവിൻ്റെ കാണാൻ പറ്റുന്നില്ലേ? യേശുവിൻ്റെ ശരീരം കാണാൻ പറ്റുന്നില്ലേ? അവരെ അടിക്കുന്നത് ഇപ്പൊ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? കണ്ടേ. അപ്പൊ യേശുവിനെ ചാട്ടവാർ അടിക്കുമ്പോൾ എന്തൊരു വേദനയാ! ആ മുറിവിൻ്റെ അകത്ത് ഒഴുകുന്ന രക്തം കണ്ടോ? ആ മുറിവ് കണ്ടോ? ബൈബിൾ പറയുന്നു, ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. യേശുവിൻ്റെ മുറിവിനാ സൗഖ്യം. ഈ മുറിവ് കാണണം, കണ്ണടച്ചുകൊണ്ട് മുറിവ് ധ്യാനിക്കണം. ആ മുറിവ് എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെ വേദനയ്ക്ക് വേണ്ടിയല്ലേ, എൻ്റെ രോഗത്തിനും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബോഡിക്കകത്തൊരു ഷിവറിങ് വരും. പെട്ടെന്ന് ബോഡിയിൽ ഒരു ഭയങ്കര, നമ്മൾ പോലും അറിയാത്തൊരു എനർജി വരുന്നത് പോലെ ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് ബോഡിയിൽ വരണം. ഇതാണ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്പിരിറ്റിനകത്തുനിന്ന് ഒരു പാസ് ഉണ്ടാവും, ബോഡിയിലോട്ട് ഫ്ലോ വരും. ഈ ഫ്ലോ വരുമ്പോൾ ശരീരം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യുന്ന അനുഭവം ശരിക്കും വരും. അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു എന്തൊക്കെയോ നമ്മൾ നടക്കുന്നത് പോലെ എന്തോ ഉന്തി വരുന്ന ഒരു ഫീൽ വരുന്നില്ലേ?
എന്തോ ഒഴുകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫീല് വരുന്നില്ലേ? അതിനെ പ്രോത്സാഹിപ്പിക്കണമേ. പറയണം, ഉറക്കെ പറയണം, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണല്ലോ യേശുവേ നീ മുറിവേറ്റത്. ചിലപ്പോൾ കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ കരഞ്ഞോ കുഴപ്പമില്ല. ചിലപ്പോൾ ഒന്ന് കൈ അടിക്കാൻ തോന്നും, ആരാധിക്കണം. നമ്മുടെ ബോഡീനെ വിട്ടു കൊടുക്കണം. ഞാൻ അന്യഭാഷ പറയും, അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ സഹോദരങ്ങൾ നന്നായിട്ട് അന്യഭാഷ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉടനെ ഇടപെട്ടായിരുന്നു. ഉറക്കെ പറയണം. എന്താണെന്നറിയോ? ചിലതിങ്ങനെ ഒഴുകുന്നത് പോലെ ഫീൽ ചെയ്ത് പറയണം. എന്തോ അകത്തുനിന്ന് വരുന്നത് പോലെ അന്യഭാഷ പറയണം. അകത്തുനിന്ന് എന്തോ ഒഴുകുന്ന ഫീലിങ്സ് പറയണം. എന്തോ പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നത് പോലെ ഇങ്ങനെ അന്യഭാഷ പറയണം. അതുകൊണ്ടാണ് യെരൂശലേം ദേവാലയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് അടുത്ത ആൾക്കാരുണ്ട്. അവിടെ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെരുന്നാളാണ്. അവിടെ കൊട്ടും പാട്ടും വാദ്യമേളവും എല്ലാം ഉണ്ട്. ഇത്രയും വാദ്യമേളവും എല്ലാം നടക്കുന്ന ആയിരക്കണക്കിന് അറേബ്യരും മേദ്യരും മെസപ്പൊട്ടോമരും യഹൂദരും അവരും ഇവരും എല്ലാം. ഒരു പള്ളിപ്പെരുന്നാളിന് എത്ര പേരുണ്ട്? പള്ളിപ്പെരുന്നാളിന് പോയത് എത്ര പേരുണ്ട്? പള്ളിപ്പെരുന്നാൾ കണ്ടവർ എത്ര പേരുണ്ട്? ഉണ്ട്. ആ പള്ളിപ്പെരുന്നാള് കാണുന്ന സമയത്ത് ആ പള്ളിപ്പെരുന്നാളിന് 1000 പേർ അറ്റത്ത് ഒരാൾ നിൽക്കുക. അവരുടെ പേര് വിളിച്ചാൽ കേൾക്കാൻ പറ്റുമോ? ഇല്ല. വലിയ പാടാ. കേൾക്കത്തില്ല. പാടുന്നല്ല, വലിയ പാടാ. കാര്യം അവിടെ വാദ്യമേളവും ആതും ആൾക്കാർ ഒച്ചയും ബഹളവും ഒക്കെയാണ്. ആൾക്കൂട്ടത്തിന്റെ പ്രത്യേകത. ഇത്രയും ആളുകൾ യെരൂശലേം ദേവാലയത്തിൽ അടിച്ചുകൂടി. ഈ 130 പേരുടെ മേൽ ആത്മാവ് ഇറങ്ങിയപ്പം ആളുകൾ മൊത്തം അങ്ങോട്ട് ശ്രദ്ധിക്കണമെങ്കിൽ എന്നാ ഒച്ചയാ വെളിപ്പെട്ടത്. അകത്തുനിന്ന് എന്തോ ചാടാൻ നിൽക്കുന്ന പോലെ അല്ലേ. മൈക്കില്ല, ബോക്സ് ഇല്ല, എന്താ പറയുന്നത്, മിക്സർ ഇല്ല, ആംപ്ലിഫയർ ഇല്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ എന്നാ ഒച്ചയാ വെളിപ്പെട്ടത്. ഇവരുടെ അകത്തുനിന്ന് എന്തോ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് അവർക്ക് തോന്നി, പുറത്തേക്ക് ചാടുന്നതായിട്ട് ഫീൽ ചെയ്തു. ആത്മ മനുഷ്യൻ, സ്പിരിച്വൽ ബോഡി. കണ്ടോ? 120 പേര്, ശരി ഞാൻ പറഞ്ഞ മാറി 120 പേര് മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് കൂടി. അപ്പൊ നിങ്ങളുടെ അകത്തു നിന്നും ഈ ഒഴുക്കിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് രോഗം വരുന്നു? എത്രവർക്ക് ഇതൊന്നും ഏകദേശം മനസ്സിലായി? എത്രവർക്ക് മനസ്സിലായി? മനസ്സിലായി. അപ്പൊ മോർട്ടിഫൈ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. അതാരും ചെയ്തു തരത്തില്ല. ഇത് 1ാമത്തെ ക്ലാസ് ആണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കുഴപ്പമില്ല. ഫുള്ള് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. സംശയം ഇപ്പൊ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളിൽ ചോദിക്കണം. ഇതിന്റെ അകത്ത് എന്തൊക്കെ സംശയങ്ങൾ വന്നു എന്നുള്ളത് ചോദിക്കണം. ഇപ്പോഴല്ല, ഞാനിതിന് അവസരം തരാം. ആമേൻ. അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ ബന്ധപ്പെട്ടായിരിക്കും ക്ലാസ്സുകൾ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒഴുക്കിനെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഒന്നും കൂടി ഇത് യൂട്യൂബിൽ കേൾക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മ മനുഷ്യൻ, കണ്ണും മൂക്കും വായും ഉള്ള, നിങ്ങൾ ഇത്ര ഇമാജിൻ ചെയ്യുക, കണ്ണും മൂക്കും വായും കാലും കൈയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാളുണ്ട് നമ്മുടെ അകത്ത്. നമുക്കിപ്പോൾ നമ്മുടെ കൈയും മൂക്കും വായും ഉള്ളതുപോലെ തന്നെ കണ്ണും മൂക്കും വായും ഒക്കെ ഉള്ള ഒരു ആത്മ മനുഷ്യനുണ്ട്. വയറൊക്കെ ഉള്ള, ആഹാരം കഴിക്കുന്ന ഒരു ആത്മ മനുഷ്യൻ. വചനമാണ് ഭക്ഷണം. ആമേൻ. ഇത് ദാഹിക്കുന്ന, ഞാനിപ്പോൾ വൈഫിനോട് പറയുകയാണ്. കഴിഞ്ഞ ദിവസം വൈഫ് പറഞ്ഞു, എല്ലാ ദിവസവും ഇവർ രാത്രിയിൽ ഇങ്ങനെ ഒരു ടീമായിട്ട് പ്രാർത്ഥിക്കും. രാത്രി 11:30 കുറച്ച് പേര് കൂടി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ഭാരവും സങ്കടവും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കടമാണ് അത്. കാര്യം എന്നറിയാവോ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു സങ്കടമാണ്. നിരാശ വരരുത്, സങ്കടം വരണം. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കാരണം ആത്മാവിൻ്റെ വിശപ്പാത്. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന സമയമാകുമ്പോൾ അന്ന് നിങ്ങളുടെ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ മിസ്സാക്കിയാൽ ഒരു പരവേശം വരത്തില്ലേ? ഇല്ലേ? വരും. ഇതേപോലെ ആത്മമനുഷ്യന് പരവേശമുണ്ട്. പ്രാർത്ഥിക്കുമ്പം ഇത് വിശപ്പ് കൂടും. വചനം പറയുമ്പോൾ വിശപ്പ് കൂടും. വയറ് വലുതാവും. ഈ വലുതാവുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആഹാരം കഴിക്കാൻ ടെൻഡൻസി വരുന്നത്. ചെറിയ ബെല്ലിയുള്ളവർക്ക് അധികം കഴിക്കാൻ തോന്നത്തില്ല. വലിയ ബെല്ലിയാകുമ്പോൾ പിന്നെയും വിശപ്പ് തോന്നും. ഇതേപോലെ ആത്മമനുഷ്യന്റെ ബെല്ലി ഇപ്പൊ ചെറുതായതുകൊണ്ടാണ് ഒരു സ്വോത്രമൊക്കെ മതി, അവിടെ ഇരുന്നോളും. ബ്രദറെ, അവിടെ ചെന്നൊരു പാട്ട് പാടിയപ്പോൾ ഞാനങ്ങ് ഉറങ്ങി. കണ്ടോ? അത് മതി നിങ്ങൾക്ക്. ആദ്യത്തെ വചനം എടുത്തപ്പോൾ തന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി ബ്രദറെ. കാര്യം ആ ചെറിയ വയറാണ് നിങ്ങളുടെ ആത്മമനുഷ്യന്റെ, അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, ഉറങ്ങിപ്പോയി. ചിലർക്കത് ചിലർക്കൊരു 5-6 മണിക്കൂർ വചനം കേട്ട് പാടിച്ചാലും മടുക്കത്തില്ല. ബ്രദറെ തീർക്കരുതെന്ന് പറയും. കാരണം അവരുടെ വയറ് വലുതാ, തികയുന്നില്ല. കണ്ടോ?
ഇതാണ് സ്പിരിച്വൽ മാൻ, അനുദിനം വളരുന്ന ആത്മമനുഷ്യൻ. അപ്പൊ പ്രവേശനം ലഭിച്ച് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് മാത്രം, കൃപയിലേക്ക് വന്നതുകൊണ്ട് തീരുന്നില്ല, അനുദിനം വളർത്തണം. നിങ്ങളുടെ ശരീരത്തെ ദിവ്യ ആരോഗ്യത്തിൽ രോഗമില്ലാത്ത ബോഡിയാക്കി. നിങ്ങൾക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ പെന്തക്കോസിന്റെ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ അവർ മരുന്ന് പോലും കഴിക്കത്തില്ല. അറിയാമായിരുന്നോ? നമുക്കിന്ന് മരുന്നില്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മരുന്ന് കഴിക്കാത്ത ഒരു ലൈഫ് സ്റ്റൈല് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? മരുന്ന് ബ്രദറെ, ഒരു പാരസെറ്റാമോൾ പോലും കഴിക്കാത്തൊരു ലൈഫ് സ്റ്റൈൽ ചിന്തിക്കാൻ പറ്റും നമുക്ക്? പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. ഒരു വിക്സ് തൂക്കാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ പെന്തക്കോസ്തിന്റെ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ മരുന്ന് കഴിക്കാത്ത, അതിനകത്ത് മനഃപൂർവ്വം കഴിക്കാത്തതല്ല, അവർ രോഗത്തെ ജയിച്ചിരുന്നു. രോഗം വന്നാൽ ആ വീട്ടിൽ പോയിരുന്നു, കുത്തിയിരുന്ന് കിടപ്പ് രോഗിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് അനങ്ങാതെ 3 ദിവസമൊക്കെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആ രോഗിനെ എടീപ്പിച്ചിട്ട് പിന്നെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനത്തെ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കിടപ്പ് രോഗി എണീക്കാതെ അവിടുന്ന് മാറാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അതൊക്കെ നമ്മുടെ ജനറേഷനിൽ നിന്ന് പോയി. ജനറേഷനിൽ നമ്മളൊക്കെ വിട്ടുപോയി. ഇപ്പൊ നമ്മൾ വേറെന്തോ സംഭവത്തിലൊക്കെ അങ്ങ് പോവാ. ജഡത്തെ അങ്ങ് ഉയർത്തി. പ്രാർത്ഥനയുണ്ട്, പാട്ടുമൊക്കെയാണ്. ഗലാത്യ സഭ പോലെയാ, ഭയങ്കര വലിയ ആരാധനയാണ്. പൗലോസ് പറയാം, നിങ്ങളിപ്പോ ജഡത്തിലാ പോകുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട്. ഗലാത്യ ഞങ്ങൾ ഇതാണ്ട് ഉപവാസ പ്രാർത്ഥന ഇപ്പൊ ഡിക്ലെയർ 40 ദിവസം ഉപവാസം ഡിക്ലെയർ ഇട്ടിരിക്കുക. പൗലോസ് പറയാ, അവിടെ ഇരുന്നോ, നീ ജഡത്തിലാ പോകുന്നത്. ഗലാത്യ സഭക്കാർ ഞെട്ടിപ്പോയി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡം കൊണ്ട് സമാപിക്കാൻ നോക്കുന്നു. കൃപയിലും നിങ്ങൾ വീണുപോയി. കണ്ടോ? അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾ കൊരിന്ത്യക്കാരെ പോലെയൊന്നും അല്ലല്ലോ, ഞങ്ങൾ പാപം ചെയ്യാൻ പോയൊന്നുമില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാൻ പോയൊന്നുമില്ല, വചനം വിട്ട് പോയി നിങ്ങൾ. കണ്ടോ? ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. ഇതാണ് ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്കുണ്ട് കേട്ടോ പ്രിയരെ. ഇതാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലൈഫ്, ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മൾ. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയോ? എന്തുകൊണ്ട് വിശ്വാസിക്ക് രോഗം വരുന്നു? വിശ്വാസിക്ക് രോഗം വരുമ്പോൾ പഴയ വീടെടുക്കപ്പെടാത്ത ബോഡിയിൽ നമ്മൾ അതിന് എല്ലാ ദിവസവും രോഗമില്ലാത്തൊരു ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. നമ്മുടെ ബോഡീനെ അങ്ങനെ കൊണ്ടുവരണം. നിങ്ങളുടെ ഡ്യൂട്ടി അതാ. ആ ശരീരത്തെ ട്രെയിൻ ചെയ്തെടുക്കണം. പഴയ വാഴ്ചകളെ തകർത്ത് ട്രെയിൻ ചെയ്തെടുപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ വചനം ഭക്ഷിച്ച് ഡൈജഷൻ സംഭവിക്കണം. ബോഡിയിൽ സ്പിരിറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കണം. വാഴ്ച ചെയ്യുവാൻ അനുവദിക്കണം. നിങ്ങളെ തന്നെ പറയണം, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറയണം. സൗഖ്യത്തോടെ അല്ല, ആരോഗ്യത്തോടെ രോഗമില്ലാതെ ഞാൻ ഇരിക്കും. ഒരു മരുന്ന് പോലും ഒരു ശരീരത്തിൽ കത്തി വെക്കാൻ ദൈവം അങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യും പ്രിയരെ. എന്താ മുടക്ക്? പറയുന്നത് കൊണ്ട് എന്നാ മുടക്ക്? ഒരു മുടക്കും ഇല്ല. ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങളിലേ പോകാവുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, വാണിങ് തരും. അപകടം. അങ്ങനെ ഉള്ളിടത്ത് പോയി തല വെച്ചു കൊടുത്താൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ചിലരുടെയൊക്കെ സ്റ്റാറ്റസ് കാണുമ്പം അതും ഇതൊക്കെ റീൽസിൻ്റെ അകത്ത് കുറേ ഇമോഷൻ മ്യൂസിക്കുകളൊക്കെ കുത്തിക്കയറ്റി അങ്ങ് ഇടുക. അതിങ്ങനെ ആമയം പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാരും കയറി. എൻ്റെ പ്രിയരെ, അപകടം. ആ ഒഴുക്കിനെ തടയുന്നതാണ് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ. പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് പോയി. യേശുവേ നന്ദി. പറഞ്ഞാട്ടെ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് എൻ്റെ അകത്ത് ജീവനുണ്ട്. എൻ്റെ ശരീരം ഏറ്റവും അനുഗ്രഹമാണ്. എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ ഞാൻ ആത്മാവിലും പോകും, ശരീരത്തിലും പോകും. എൻ്റെ ദൈവത്തിൽ ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും. പറ ദീർഘായുസ്സോടെ, ദിവ്യ ആരോഗ്യത്തോടെ, മരുന്ന് കഴിക്കാതെ. ഇനി ശ്രദ്ധിച്ചോണേ. ഇനി നാളെ മുതൽ ഉടനെ ബ്രദറെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ബ്രദർ പറഞ്ഞു മരുന്നില്ലാതെ ജീവിക്കും, എന്നാൽ ഞാൻ ഇന്ന് മുതൽ ആ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോയി ചാടിക്കേറി ചെയ്യരുത്. അതാ ഞാൻ പറയുന്നത്. ആവേശമല്ല വേണ്ടത്, വിശ്വാസത്തിന്റെ ഉറപ്പാ വേണ്ടത്. ഇന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞ് ഈ മരുന്ന് കഴിച്ചില്ലേ മരിക്കും, പ്രാർത്ഥിക്കും, വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്താണോ അടുത്തതിൻ്റെ അടുത്തുള്ള ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഇനി മരുന്ന്, നമ്മൾ എത്രയോ സാക്ഷ്യം കേട്ടല്ലേ, ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് വേണ്ട. ചാടിക്കേറി ആവേശം കാണിക്കരുത്. ടെസ്റ്റ് ചെയ്യണം. രോഗമുള്ളവർ ടെസ്റ്റ് ചെയ്യാതെ മുങ്ങി നടക്കും. കുഴപ്പമൊന്നുമില്ല, ദൈവം എനിക്ക് ആരോഗ്യം തന്നെ, എന്നെ പേടിയാണോ? ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറയട്ടെ എവിടുന്നാണ് രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ആ ടെസ്റ്റിലൂടെ തന്നെ പറയണം ഈ രോഗമില്ലെന്ന്. ആവേശമല്ല വേണ്ടത്, കർത്താവിൻ്റെ ഉറപ്പും ധൈര്യവും. പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വചനം അങ്ങോട്ട് ദഹിപ്പിക്കണം.
ഡൈജഷൻ നടക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൽ എനിക്ക് ആരോഗ്യമുണ്ട്. രോഗമുള്ളവരൊക്കെ കൈവച്ച് എൻ്റെ അകത്താണ് ഞാൻ നാളെ നമ്മൾ എടുക്കാൻ പോകുന്നത് കണക്ഷൻ എന്ന വിഷയമാണ്. ഈ അകത്ത മനുഷ്യനും ദൈവവുമായിട്ടുള്ള കണക്ഷനിലൂടെ എങ്ങനെ സ്പ്രെഡിങ് ഉണ്ടാവും എന്നുള്ളതാണ് നാളത്തെ വിഷയം. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. ഇതേപോലെ തന്നെ നാളെ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. പക്ഷേ ഡെലിവറൻസ് മീറ്റിങ്ങിന്റെ കുറച്ച് സമയങ്ങൾ നമ്മൾ ഈ വചനത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. സൺഡേ എങ്ങനെ എനിക്കറിയത്തില്ല, സൺഡേയിലെ മീറ്റിംഗും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയാണോ ദൈവാത്മാവ് ഗൈഡ് ചെയ്യുന്നത് അതുപോലെ പോകും. അവിടെ എല്ലാവരും കൂടെ ഉള്ളപ്പം അത് മിസ്സാക്കരുത് നിങ്ങൾ ഈ ദിവസത്തിലെ പ്രാർത്ഥന. അപ്പം മറന്നുപോലെ നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഇന്ത്യൻ സമയം 6 മണിക്കുണ്ട്. വുമൺസ് മീറ്റിംഗ് ശേഷം നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് പകരം നമ്മൾ ഡെലിവറൻസും വേർഡിന്റെ ഈ ഒരു എന്താ പറയുക റെവലേഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അത് എങ്ങനെയാണ് ദൈവാത്മാവ് ചിലപ്പോൾ ഡെലിവറൻസ് ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിട്ടുകൊടുക്കും. എങ്ങനെയാണ് ദൈവം കൊണ്ടുപോകുന്നത് എങ്കിലും ഡെലിവറൻസ് മീറ്റിംഗ് തന്നെയാണ്. എന്തെങ്കിലും അതിൻ്റെ അകത്ത് ദൈവാത്മാവ് ഗൈഡ് ചെയ്യുന്നത് പോലെ നടക്കട്ടെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, രോഗികളെല്ലാം കേട്ടെ, രോഗം നിങ്ങൾക്കുള്ളതല്ല, സൗഖ്യമാണ് നമുക്കുള്ളത്. രോഗവും സൗഖ്യവും രണ്ടാ. രോഗം സൗഖ്യവും ഒരുമിച്ച് ചേരാൻ പറ്റത്തില്ല. പാലും വെളിച്ചെണ്ണയും ചേരത്തില്ല. അത് പറഞ്ഞു പഠിക്കണേ. പാലും വെളിച്ചെണ്ണയും ചേരത്തില്ല. ഓടയിലെ വെള്ളവും ജ്യൂസും ചേരത്തില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരവും മലിനമായിട്ടുള്ള വേസ്റ്റും തമ്മിൽ ചേർത്തില്ല. ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. നമ്മൾ ഈ വിപരീത ആഹാരം പഠിക്കുന്നത് പോലെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് ട്രെയിൻ ചെയ്യണം. രോഗവും സൗഖ്യവും ചേരത്തില്ല. രോഗവും സൗഖ്യവും ഒരു ശരീരത്തിൽ കയറത്തില്ല. ഒന്നെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ രോഗം. ഞാൻ രോഗത്തിനല്ല അടിമ, സൗഖ്യത്തിന് അധീനനായിരിക്കുന്നു. ആരോഗ്യമാണ് എൻ്റെ അവകാശം, രോഗമല്ല. രോഗമല്ല. പറയണം, മരുന്നില്ലാതെ ഞാൻ ജീവിക്കും. യേശുവെ ഡിക്ലെയർ ചെയ്യണം. മരുന്നില്ലാതെ ജീവിക്കും. മരുന്നില്ലാതെ ഡിവൈൻ ഹെൽത്ത് ഞാൻ ജീവിക്കും. ദിവ്യ ആരോഗ്യം. യേശു മുറിവ്, ആ മുറിവ് എപ്പോഴും കണ്ണടയ്ക്കുമ്പം യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കണം. എൻ്റെ കർത്താവേ, ഇത് എനിക്ക് ഞാൻ എന്തിനാണ് ഞൊണ്ടി നടക്കുന്നത്? ഞാൻ എന്തിനാണ് തളർന്ന് കിടക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ക്യാൻസറും ചുമന്ന് നടക്കുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ? പറയണം. ഞാൻ എന്തിനാണ് ഈ ഷുഗറും പ്രഷറും അതും ഇതൊക്കെ ചുമന്നിട്ട് കർത്താവ് മരുന്നും കഴിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? യേശു എനിക്ക് വേണ്ടിയല്ലേ മുറിവേറ്റത്? ദിവ്യാരോഗ്യം, ഡിവൈൻ ഹെൽത്ത്. ഒരിക്കലും ദൈവം രോഗം തന്ന് നിങ്ങളെ പരീക്ഷിച്ച് തകർത്ത് നശിപ്പിച്ച് മര്യാദ പഠിപ്പിക്കുന്ന ദൈവത്തെ ബൈബിളിൽ കാണത്തില്ല. ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. ദോഷങ്ങളാൽ ദൈവം, ദോഷം എന്ന് പറഞ്ഞാൽ ഈവിൾ എന്നൊരു പദം കൊടുത്തിരിക്കുന്നത്. ഈവിൾ രോഗത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അകത്തും ഈവിളാണ് രോഗം. ദുഷ്ടതയാണ് രോഗത്തിന്റെ ഫലം. ഈവിളിലൂടെ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. രോഗം, ശാപം, കട്ടത, ദുരിതം ഇതൊക്കെ ഇട്ട് ദൈവം പരീക്ഷിക്കത്തില്ല. പൗലോസ് പറഞ്ഞ കട്ടത വേറെയാണ്. ഞാനത് എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്താണ് പൗലോസ് പറഞ്ഞ കട്ടതകൾ എന്താന്നുള്ളത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവേ, അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ആത്മമനുഷ്യനെ ഒന്ന് ജ്വലിപ്പിച്ച്. അതുകൊണ്ടാണ് അന്യഭാഷാ പ്രാർത്ഥന പ്രിയരെ വേണം. അന്യഭാഷാ പ്രാർത്ഥനയ്ക്കകത്ത് ആൾക്കാർ കൂടട്ടെ. ഒന്ന് കയറും നിങ്ങൾ. ഞാൻ നിർബന്ധിക്കുക നിങ്ങളെ, വേറൊന്നിനു വേണ്ടിയല്ല, വേറൊന്നിനും ഞാൻ നിർബന്ധിക്കത്തില്ല. കാര്യം പകർച്ച വേണം പ്രിയരെ. അന്യഭാഷ ഡൈജഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. വചനത്തെ ഡൈജസ്റ്റ് ചെയ്യുവാൻ സമയം കണ്ടെത്തണം. നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച ഫുൾ ഡേ അന്യഭാഷ പ്രാർത്ഥന വെച്ചിരിക്കുക. ഇന്ത്യൻ സമയം 11:30 മുതൽ നമ്മൾ അന്യഭാഷ 11 മണി പോലെ ആരംഭിക്കും. ഞാനതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് സഹോദരങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ജോയിൻ ചെയ്യണം. 10 മണി മുതലോ 11 മണി മുതലോ സഹോദരങ്ങൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അതിൽ ഇവിടുത്തെ ടൈമിൽ ഈ 11 മണി മുതൽ ഞാൻ ജോയിൻ ചെയ്യാനും തുടക്കം മുതലേ ഉണ്ട്. ഞാൻ സംസാരിച്ച് തുടങ്ങും. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മോർട്ടിഫൈ ചെയ്യുക ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. രോഗത്തോട് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. ആരെങ്കിലുമൊക്കെ മാരക രോഗത്താൽ വേദനയാലിരിക്കുന്നവരെ പറയണം, ആ രോഗത്തെ മോർട്ടിഫൈ ചെയ്യുവാൻ. ഒന്ന് ഒഴുക്കിക്ക്. എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും കർത്താവെ തെറ്റായ ഒരു കാഴ്ചപ്പാട്, ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്, എൻ്റെ മനസ്സിൽ രോഗത്തെ ദൈവത്തിൽ നിന്നുള്ളതാണെന്നും രോഗം ദൈവം തരുന്നതാണെന്നും ഈ രോഗം എനിക്കുള്ളതാണെന്നും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ അറിയാത്തൊരു ഉപദേശമോ ചിന്തകളോ അറിവോ എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അതിനെ വേര് പിഴുതെടുക്കുന്നത് പോലെ ആ ദുരൂപദേശത്തെ, ഈവിൾ തോട്ട്സിനെ, ദുഷ്ടചിന്തയെ എന്നിൽ നിന്നും വേരോടെ പിഴുതെടുത്ത്
സിൻഡറ റീറ്റോ മനാലേ ഹെസേരെ. ഇപ്പോൾ അത് വേരോടെ 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 പറിച്ചു കളയണേ പരിശുദ്ധാത്മാവി. ജീസസ് ക്രൈസ്റ്റ്. ആത്മ മനുഷ്യൻ ജ്വലിക്കട്ടെ. ആത്മ മനുഷ്യന്റെ ബെല്ലി വലുതാകട്ടെ. ആത്മ മനുഷ്യന്റെ ബെല്ലി വലുത്. നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന ആത്മ മനുഷ്യൻ, വളരുന്ന ആത്മ മനുഷ്യൻ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ ജീവന്റെ ഉറവകൾ യേശു പറഞ്ഞ പോലെ ഒഴുകും ഒഴുകും. ഇപ്പോൾ തന്നെ രോഗം സൗഖ്യം നടക്കുമോ? ഇപ്പോട്ടോ കൈവച്ചു അത്ഭുതത്തിന്റെ സമയമാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ സാൻഡ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. യേശുവേ, ഞാൻ ഈ സാൻഡ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഷെൽഫിന്റെ അകത്തിരിക്കുന്നു. ഇച്ചിരി കഷണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. വട്ട മുഖക്കാരൻ. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഏതാ കുടുംബം? സാൻഡ്രയുമായി ബന്ധപ്പെട്ട്, സാന്ദ്ര എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്. ലോർഡ് ജീസസ്, ഏത് കുടുംബമാണോ ഇപ്പോൾ തന്നെ സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നുകൊണ്ടാണോ ആ കുടുംബം കേൾക്കുന്നത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? സാൻഡ്രയുടെ ഫാമിലി എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞൊന്ന് പിടിക്കാവോ? ആ ഭവനത്തിന്റെ അകത്തും പറഞ്ഞു. എന്റെ മകളാണ്. സിസ്റ്ററുടെ മോളാ? ആരുടെ ഫോട്ടോ ജസ്റ്റ് അവിടെ ഇരിക്കുന്നത്? ഫോട്ടോ അങ്ങനെ ഫോട്ടോ ഇല്ല. ഫോട്ടോ ഉള്ള ഒരു സാൻഡ്രയുടെ ഭവന വസ്ത്രം ഞാൻ കാണുന്നത്. ഒരു മനുഷ്യന്റെ ഒരു ഫോട്ടോ, കഷണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മുടി കൊഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ അവിടെ എവിടെ ഇരിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെ ഒരു ഭവനമാണല്ലോ ഞാൻ കാണുന്നത്. ആ കുടുംബം ഏതാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. സ്തോത്രം. പറയാൻ വേണ്ടി അതെ, അങ്ങനെ ഒരു ഭവനം എന്റെ വീടിന്റെ അടുത്തുണ്ട്. അയൽവക്കമാണ്. ഈ പറഞ്ഞോട്ടൊരു മുടി ഇങ്ങനെ കഷണ്ടി വേറെ വല്യപ്പന മരിച്ചു പോയതാ. ഞാൻ നേരത്തെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ ഭിത്തിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാന്ദ്ര എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുമോളാ. ഞങ്ങളുടെ അയൽവക്കമാണ്. ഞങ്ങളായിട്ട് മിണ്ടത്തില്ല. അങ്ങനെ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവോ? ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. പ്രാർത്ഥിക്കാം. ആമേൻ പറഞ്ഞ സിസ്റ്ററെ, യേശുവിനകത്തില്ല കുടുംബത്തെ വിടിവിക്കേണ്ട അഭിഷേകം ചൊരിയ ദൈവം. നമുക്ക് ആ കുടുംബത്തെ കാണാൻ പറ്റും. ഇപ്പൊ മനസ്സിലായി. ഇതാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഈ ബ്രദർ കൃപാവര ശുശ്രൂഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ അകത്തിരിക്കുന്ന കണ്ണുള്ളൊരു മനുഷ്യനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യാസം ഞാൻ പറഞ്ഞത്. എല്ലാവരും ഞാൻ പറയാം കേട്ടോ, ആത്മ മനുഷ്യന് കണ്ണുണ്ട്. ഇപ്പൊ സൗരി പറഞ്ഞതുപോലെ അവര് പോയ വീട്, സഹോദരി കണ്ട വീട്, ആ വീടിൻ്റെ അകത്തിരിക്കുന്ന ആള്, ഇതിനെ കാണാനൊരു എബിലിറ്റി നിങ്ങൾക്കുണ്ട്. ദൈവത്തിൽ നിന്നുള്ളതിനെ കേൾക്കുവാനൊരു എബിലിറ്റി. ജ്വലിപ്പിക്കണം. ബ്രദറും തികഞ്ഞിരിക്കണം അല്ല, ഓരോ ദിവസവും ഈ വലുതായിക്കൊണ്ടിരിക്കുക. യേശുവേ, കൃപ വ്യാപരിക്കട്ടെ അപ്പ. പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്നോടൊന്നും സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് പ്രയോജനപ്പെടുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, ദൈവരാജ്യത്തിൽ എനിക്ക് പ്രയോജനപ്പെടണം. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവരാജ്യത്തിൽ കർത്താവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം. ഒരു വാശിയകത്ത് വന്ന് ദൈവം നമ്മളെ ഉപയോഗിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഷാലു എന്ന് പറയുന്ന ഒരു തലമുറയെ ഞാൻ കർത്താവിൻ്റെ കുടുംബത്തിൽ കാണുക. ഞാൻ ഈ ഷാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ഒരു കയറ്റം കയറി വരുന്ന ഒരു റോഡ് എന്നെ കാണിക്കുക. ഷാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കയറ്റം കയറി വരുന്ന ഒരു റോഡ് ഞാൻ കാണുക. ഈ വീടിൻ്റെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കാണുന്നത്. അവിടെ ചെല്ലുന്ന തന്നെ കയറ്റം കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വീട് എനിക്ക് കാണാൻ പറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ഷാലുവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഇന്ന് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ വേഗത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പ കൃപ പെരുകുന്നല്ലോ. എന്തോ പറഞ്ഞു. എന്റെ ചേച്ചിയുടെ മോളെ പേര് ഷാലു എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് ഷാലു എന്നാണ്. ഈ വഴിയാണോ ദുഷ്ട ഞാൻ ഈ കാണുന്ന മൊത്തവും? റോഡിൽ നിന്നൊരു കയറ്റം മുകളിലോട്ട് കയറിയാണ് വീട്ടിലോട്ട് കയറുന്നത് ബ്രദറെ. ഈ വഴി തന്നെ ഞാൻ പറഞ്ഞത്. അതെ. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്
എന്നുള്ളത് കർത്താവ് പറയുകയാണെ, പിതാക്കന്മാരിൽ സംഭവിച്ച കാര്യങ്ങൾ തലമുറയിലേക്കും വരുവാൻ കാത്തു നിൽക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു അടയാളം കാണുന്നത്, ചില ഈ വീടിൻ്റെ അകത്ത് നമ്മൾ ഈ വളർത്തുന്ന മൃഗങ്ങൾ പോലെ ചിലതിൻ്റെ നഷ്ടങ്ങൾ, അത് അപ്രതീക്ഷിതമായി പോകുന്ന ചില കാഴ്ചകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പല കാര്യങ്ങൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭവനമാണ് അത്. പലതും നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭവനം. അതെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എപ്പോഴും നഷ്ടങ്ങളെ പറ്റിയാ ഭവനം പറയുന്നത്, എപ്പോഴും നഷ്ടങ്ങളെ പറ്റിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ചോർച്ച കൊണ്ടുവരുന്ന സകലത്തെയും ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടട്ടെ. അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ച്. നമ്മുടെ പ്രാർത്ഥന ട്രിവാൻഡ്രത്തും ഇതേപോലെ തന്നെ കണ്ണൂരും നടക്കുന്നു. ഞാൻ എല്ലാവരും ഉള്ളപ്പടക്കി ഇങ്ങനെ പറയുന്നതാണ്. ഇന്ന് നമുക്ക് വലിയ ദിവസങ്ങളൊന്നുമില്ല. ഈ ശുശ്രൂഷകൾ നേരിട്ട് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിന്റെ നാമത്തിൽ നേരിട്ട് ആ ദൈവപ്രവൃത്തികളെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനുള്ള അവസരമാണ് നടക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് നേരിട്ട് വന്ന് ശുശ്രൂഷകൾ ട്രിവാൻഡ്രത്ത്, കണ്ണൂർ, തൊടുപുഴയിൽ നടക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത സ്ഥലങ്ങളിൽ പറയുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക അതിനു വേണ്ടി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവൻ വ്യാപരിക്കുന്നല്ലോ. ഓ ലോർഡ് ജീസസ്. ഈ ലോനപ്പൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തലമുറകൾ കരയേണ്ടി വന്നൊരു കുടുംബമാണ് അത്. ഓരോരുത്തരിങ്ങനെ മാറി മാറി കരയേണ്ടി വന്ന കുടുംബം, തലമുറകൾ കണ്ണുനീര് കുടിക്കുന്ന ഒരു ഭവനമാണ്. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ അവിടുത്തെ തലമുറകളെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോവുക. ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ പിതാവും ഈ ലോനപ്പെണ്ണ് പറഞ്ഞ പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഭവനവും ഈ തലമുറകളുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാനത് റിലീസ് ചെയ്യുക. ആമേൻ പറഞ്ഞ് എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടിയ ഡെലിവറൻസിനെ ഒന്ന് സ്വീകരിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് കർത്താവിന്റെ അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാകട്ടെ. പറയാൻ വേണ്ടിയുള്ളവരാണോ ഈ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? പറയാൻ വേണ്ടിയാണോ? ആ ബ്രദർ, എന്തോ? സാന്ദ്ര എന്ന് പറഞ്ഞ മോള് എന്റെ നെയ്ബറും എന്റെ റിലേറ്റീവും ആണ്. ഇവിടുത്തെ എന്റെ ബാബുച്ചാന് ബ്രദർ പറഞ്ഞ പോലെ നല്ല കഷ്ണി, നല്ല വട്ടമുഖമുള്ള ആളിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ആ കുടുംബത്തിലെ സിസ്റ്റർ ഈ സാൻഡ്ര ഉള്ള ഭവനത്തിലെ അടയാളമാണ് അത്. ആ കുടുംബത്തിലെ അടയാളമാണ് വെളിപ്പെട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കുടുംബത്തിന്റെ അകത്തിരിക്കുന്ന ആ ചിത്രമാണ് അത് കാണിക്കുന്നത്. അത് ആ കുടുംബത്തെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് അത് വെളിപ്പെട്ടിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു ബ്രദറെ, എന്റെ ചേട്ടന്റെ മകന്റെ കുട്ടിയാണ് സാന്ദ്ര. ചേട്ടന്റെ മകന്റെ ഫോട്ടോ, കഷണ്ടിയുള്ള ഫോട്ടോ വീട്ടിലിരിപ്പുണ്ട്. ആ കുടുംബം സ്വീകരിച്ച സിസ്റ്റർ, ഞാൻ ഈ കഷണ്ടി ഒന്നുള്ള വാക്ക് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത്, ആ വ്യക്തിയെ ഹത്യ ചെയ്യാൻ വേണ്ടിയല്ല. ആ ചിത്രം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അത് ഞങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ ഉണ്ടായി വരുന്നല്ലോ.
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ, ഞങ്ങളുടെ അകത്ത മനുഷ്യനെ ഒന്ന് ശക്തിപ്പെടുത്തണമേ, ശക്തിയോടെ ജ്വലിക്കുവാൻ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു മായ എന്നു പേരുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. അവിടെ ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ ഈ മായയുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, മായയുമായി ബന്ധപ്പെട്ട് ജനുവരി മാസവുമായിട്ട് കണക്ഷനുള്ള ഭവനം ഏതാണോ, ഇന്ന് ആ കുടുംബ ഉറക്കെ പറയാ സിസ്റ്ററെ, കേൾക്കുന്നില്ലോ? ഇച്ചിരി ഉറക്കെ പറയാ സിസ്റ്ററെ. ആ, ജനുവരി മാസത്തിൽ ജനിച്ചാരാ? കേൾക്കാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? ആ, ആങ്ങളുടെ ഭാര്യ. അല്ല, ഈ മായ ആരാന്ന് പറഞ്ഞത്? ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ. ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ. ഈ ജനുവരി ജനിച്ച ആരാ അവിടെ ഉള്ളത്? അത് മകൻ, അവരുടെ മകൻ. അവരുടെ മകൻ, മായയുടെ മകൻ ജനിച്ചത് ജനുവരിയിലാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിനോട് പറയുക. നിങ്ങൾ മുഖാന്തരം ആ രണ്ട് കുടുംബത്തിന്റെ മേലും നന്മ തുറക്കാൻ വേണ്ടി പോവാ, സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, നന്മയുണ്ടാകട്ടെ, 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 നന്മയുണ്ടാകട്ടെ. ബ്ലെസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹോളി സ്പിരിറ്റ്, റോസാലാൻ മിനി ഹസ്തിൻഡാർ മസ്തിയാൻറ്റിരി റാസ്പെറ്റീരി റാസ്പെറ്റീരിയാൻറ്റിരി. അതിനുള്ളത് കർത്താവ് പറയുന്നു, റോസ്മേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഞാൻ ഈ റോസ്മേരിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെ ഈ ത്രേസ്യ എന്നുള്ളൊരു പേരും കൂടെ കാണുക. ത്രേസ്യ, ഈ രണ്ട് പേരുകളും ബന്ധപ്പെട്ട റോസ്മേരിയുടെ കുടുംബം ഏതാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അഭിഷേകത്താൽ സ്പർശിക്കുന്നല്ലോ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം സ്വീകരിച്ചോണേ. നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? എനിക്കറിയാം, സമയം ഒത്തിരി നമ്മൾ കയറിപ്പോയി, ഒത്തിരി കയറിപ്പോയി. വേഗത്തിൽ കൈയൊന്നെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരമുണ്ട് നമുക്ക്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ദീർഘായുസ്സും ദിവ്യാരോഗ്യവും നമ്മുടെ കൈയെടുത്ത് വെച്ച വേദനയുള്ള ഭാഗത്ത് ഇന്ന് സൗഖ്യമാ, ഇപ്പോൾ സൗഖ്യമാ. യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗത്തെ, നിങ്ങളുടെ നമ്മുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ ക്രൂശിൽ വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു, മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. നന്മ കൊണ്ട് നിറയട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ. വഴികൾ തുറന്നു വരുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, ബോഡിയിൽ അത്ഭുത സൗഖ്യം സംഭവിച്ചിരിക്കുന്നു. സാക്ഷ്യത്തിന്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു.
ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ പല ആൾക്കാരും നമ്മുടെ പ്രാർത്ഥനകളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം കൊടുത്ത നിയോഗത്തിന് നന്ദി, ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ജോലിയിൽ നിന്നും ശേഷിപ്പുകളെ മാറ്റിവെച്ച് വിതച്ചവരുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിതയ്ക്കുവാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും മനോഹരം. പ്രത്യേകിച്ച് നമ്മൾ തൊടുപുഴയെ നമുക്ക് ഹോള് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒന്ന് കൽപ്പിക്കണം. ഏറ്റവും നല്ലൊരു ഹോള് അവിടെ വേണം. എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം നമുക്കവിടെ ആവശ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ ഡോറ് തുറന്നു വരട്ടെ, ഡോറ് തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഒരുക്കി വെച്ച വിരിച്ചൊരുക്കിയൊരു മാളികമുറി അവിടെയുണ്ട് നമുക്കുള്ളത്. റിലീസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ തുറന്നു കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവെ നന്ദി. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ ഞാനും വരും. മുന്നോട്ട് വിതയ്ക്കാനുള്ളൊരു സ്ക്രീനിൽ കാണാൻ പറ്റും. നോട്ട് ചെയ്യുക. ഈ ദിവസങ്ങളിൽ ഈ മാസമാണ് നിങ്ങൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓഫറിങ്ങിൻ്റെ ടൈമാണ്. സ്പെഷ്യൽ ഓഫറിങ് കാര്യം നാട്ടിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം, ഓഡിറ്റോറിയങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ നമ്മളത് പിരിച്ച് എന്തോ ചെയ്യുക എന്നുള്ളതല്ല, ദൈവനാമത്തിൽ വിതയ്ക്കുകയാണ്, കൊയ്യുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കും. അസാധാരണം. അതെല്ലാം വിതച്ചവർക്ക് ഒരു അനുഗ്രഹമായി തമ്പുരാൻ മാറ്റും. ഈ ദിവസങ്ങളിൽ വലിയ ശേഷിപ്പുകളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥന മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, പ്രാർത്ഥന റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ പ്രൈസ് ലോർഡ്. പറഞ്ഞു ബ്രദറെ, പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം, ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഒരു സിസ്റ്ററോട് സംസാരിക്കുന്ന എപ്പോഴും വട്ടമുഖമുള്ള ചുരുണ്ട മുടിയുള്ള ഒരു ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരു ആലോചന പറഞ്ഞായിരുന്നു. അപ്പൊ ആ ചേച്ചി കഴിഞ്ഞ തലേദിവസം ഞാനിങ്ങനെ ചേച്ചിയെ വിളിച്ചപ്പം ചേച്ചിക്ക് ഇങ്ങനെ പിന്നെ വയറിളക്കവും ഛർദിയാന്ന് പറഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആലോചന പറഞ്ഞതാ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിയെ വിളിച്ചു ചോദിച്ചിങ്ങനെ എന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ കുറവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചിയോട്. അപ്പൊ ചേച്ചി ആ നിമിഷം തന്നെ എപ്പോ ചേച്ചി കുറവഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, രാത്രി ഒരു 11 മണി ആകാറായപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചു എന്നിങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഇവിടെ ബ്രദറെ പ്രാർത്ഥിച്ച ആലോചന പറഞ്ഞ സമയത്ത് ഞാനത് ഏറ്റെടുത്ത് ഇങ്ങനെ ആമയും പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ദൈവം ചേച്ചിക്ക് സൗഖ്യം കൊടുത്തു. ബ്രദർ പറഞ്ഞ നിമിഷം ആലോചന ഞാൻ ഏറ്റെടുത്തു. ദൈവം ചേച്ചിക്ക് വിടുതൽ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. നമ്മൾ ആ ദൈവാത്മാവ് ഒരു പ്രവചനം വെളിപ്പെടുത്തി, ആ ചേച്ചിയുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തി. അപ്പൊ തന്നെ ആ സഹോദരി ഏറ്റെടുക്കുക മാത്രമല്ല, അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു, ഇന്ന് ബുദ്ധിമുട്ടാണ്. അപ്പൊ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വിളിച്ച് മനസ്സിലായി. അതിനുശേഷം ആഹാരം കഴിച്ച ബുദ്ധിമുട്ട് ദൈവം സൗഖ്യമാക്കിയുണ്ടോ. ഒരു വ്യക്തി ആലോചന ഏറ്റെടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത്ഭുതം നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കേട്ടത്. യേശുവിന്റെ നാമത്തിൽ ഇനിയും സഹോദരങ്ങളെ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി അത് പകർന്നു കൊടുക്കുക. പത്രോസ് പറഞ്ഞതുപോലെ, പൊന്നോ വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഫാസ്റ്റർ, ആക്ച്വലി ഇത് എനിക്കൊരു 3 മാസം മുമ്പ് നടന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ജോലിക്ക് കയറി, അതുകൊണ്ട് ദൈവകൃപയാലെ ഞാൻ അത് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരു ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ്. ആക്ച്വലി ഇറ്റ്സ് കവിത. ഹോപ്പ് ബ്രദർ റിമെമ്പർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു 3-4 months മുമ്പേ ഞാൻ ഒരു എക്സാം ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഹാർഡ് എക്സാം ആയിരുന്നു എനിക്ക്. ഐ ഗോട്ട് 3 children, ഫുൾ ടൈം പണിയും എല്ലാം ചെയ്തിട്ട് എനിക്ക് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ ഈ വചനമൊക്കെ കേൾക്കുന്നത്, ബ്രദറുടെ മീറ്റിങ്ങിലൊക്കെ കയറുന്നത്. അപ്പൊ ഞാൻ വചനം പറയാൻ തുടങ്ങി ഒത്തിരി. ഇങ്ങനെ എസ്പെഷ്യലി ഐ വിൽ റൺ ഇൻ ടു ദ ട്രൂപ്പ് ആൻഡ് ഐ ലീപ്പ് ഓവർ ദ വാൾ. ആ വചനം കണ്ടിന്യൂസ് ഞാൻ പറയുമായിരുന്നു. ഈ എക്സാം അറ്റൻഡ് ചെയ്യും മുമ്പും അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നവരെ ദൈവകൃപയാൽ ഞാൻ അത് പാസ്സായി. ദൈവത്തിന്റെ വലിയ കൃപ. എന്റെ കഴിവോ മിടുക്കോ ഒന്നില്ല പാസ്റ്റർ. ബിക്കോസ് എനിക്കറിയാം ബ്രദർ, എനിക്കറിയാം ഹൗ ഐ റെഡ്, ഹൗ ഐ സ്റ്റഡീഡ്, ഐ നോ. ബട്ട് ഇറ്റ്സ് പ്യോർലി ഗ്രേസ് ഓഫ് ഗാഡ് ബൈ ഹിസ് വേർഡ്.
ഐ റൺ ത്രൂ ദ ട്രൂപ്പ് ആൻഡ് ഐ ലീപ്പ് ഓവർ ദ വാൾ. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് തന്നെ അടുത്ത ഒരു പ്രൊമോഷൻ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഐ ലിറ്ററലി അപ്ലൈഡ്. ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. കർത്താവ് എനിക്ക് അത് സെയിം ഈ വചനം തന്നെ ഞാൻ പറയുമായിരുന്നു. ഞാൻ ഇന്നാലെ ഒരു പടക്കൂട്ടത്തിലേക്ക് ചാടും. എനിക്ക് മലയാളത്തിൽ അത്ര അറിയത്തില്ല. ഐ വിൽ ലീപ്പ് ഓവർ ദ വാൾ. ആ വചനം കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞു. ദൈവകൃപയാൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കത് കിട്ടി. പുതിയ ജോലിയിലേക്ക് ഞാൻ കയറി. ദൈവത്തിന്റെ വലിയ കൃപയാണ്. സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും അവർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ വചനം പറഞ്ഞു. അത് റിസൾട്ട് കാണാൻ വേണ്ടി ദൈവം സഹായിച്ചു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? പറഞ്ഞു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശനിയാഴ്ച ബ്രദർ റബേക്കയുടെ വീട്ടിലൊരു അത്ഭുതം നടക്കണു. അവിടുത്തെ വഴക്കിന്റെ ആത്മാവിനെ വിട്ട് കളയണു. നന്മ കയറി വരണു. ജാനുവരി ജനിച്ച റബേക്ക 7-ാം തീയതിയാണ് ബ്രദർ പറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മൂത്ത മകൻ ഞങ്ങള് 10 പേരും സ്നാനപ്പെട്ടതാണ്. മകൻ ഒരു 6.5 വർഷമായിട്ടുണ്ടാവും ദൈവത്തിൽ നിന്നും വിട്ടകന്ന് നിൽക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ ധൂർത്തുപുത്രൻ മടങ്ങി വന്ന പോലെ ദൈവസന്നിധിയിലേക്ക് അവൻ കർത്താവ് 3-ാം ദിവസം ചൊവ്വാഴ്ച ഞാൻ അവന്റെ വണ്ടി കണ്ടില്ല. അപ്പൊ ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ എടുത്തില്ല. ഒരു 12 മണിയായി. അത് കഴിഞ്ഞ് 1:30 അവൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, നീ എവിടെയാ എന്ന് ചോദിച്ചപ്പോ അമ്മ മുകളിലുണ്ട്. ഞാൻ മുകളിലുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വണ്ടി എവിടെയാ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പ്രേയറിന് പോയേക്കായിരുന്നു. അതങ്ങ് കേട്ടതോടുകൂടി ഞാൻ ഒരുപാട് 6.5 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ ഇതുപോലെ പറഞ്ഞ് കഴിഞ്ഞ് 3-ാം ദിവസം ചൊവ്വാഴ്ച, ഞായറാഴ്ച അവൻ പോയോന്ന് എനിക്കറിയില്ല, തിങ്കളാഴ്ച പോയോന്ന് എനിക്കറിയില്ല. പക്ഷെ ചൊവ്വാഴ്ച ഞാൻ വണ്ടി കാണാണ്ട് അന്വേഷിച്ചത്. പക്ഷെ വലിയൊരു അത്ഭുതം ദൈവം എനിക്ക് നടത്തി തന്നു. എന്റെ വീട്ടിലെ ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ്. ഓ ജീസസ്, ഇത് വലിയൊരു സംഭവമാണ്. പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ആണ് നടന്നത്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ദൈവാത്മാവ് റെബേക്കയുടെ ഭവനത്തിൽ, റെബേക്കയുമായിട്ട് ബന്ധപ്പെട്ട ഭവനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് ഇന്നത് കേട്ടത്. എന്റെ സിസ്റ്ററെ, ദൈവപ്രവൃത്തി അല്ലേ? വലിയ അത്ഭുതം നടക്കാൻ അപ്പം റെബേക്കയുടെ ഭവനത്തിൽ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പം സിസ്റ്ററുടെ മോൻ പിന്മാറ്റത്തിലായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുമായിരുന്നു. ആ ദൂത് കേട്ടതിന്റെ 3-ാം ദിവസം അല്ലേ അവൻ ആരാധനയ്ക്ക് പോയി. അവൻ ആരാധനയ്ക്ക് പോകാതെ എത്ര വർഷമായി സിസ്റ്റർ പിന്മാറ്റത്തിൽ പോയിട്ട്? അവൻ ഒരു 6 വർഷം കണ്ടോ, അവൻ യേശുവിൽ നിന്നും അകന്നു പോയി. പിശാച് അവന്റെ മനസ്സ് കവർന്നെടുത്ത് ലോകത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ നോക്കിയതാണ്. പക്ഷേ ആ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ആ മകന് വേണ്ടിയായിരുന്നു. റിബേക്കയുടെ ഭവനത്തിൽ ഇന്ന് കേട്ടതുപോലെ തന്നെ ആ കുഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോയ ഇത് 2-ാമത്തെ ദൈവം തൊട്ടതാണ്. അവനെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നതാണ് സിസ്റ്ററെ. അവനെ ദൈവം ഉപയോഗിക്കുക കേട്ടോ. ദൈവരാജ്യത്തിന് വേണ്ടി അവനെ ദൈവം ഉപയോഗിക്കും. ഇനിയും കർത്താവ് ശക്തമായിട്ട് ദൈവം തൊട്ടുകൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കർത്താവിൽ അവനൊരു പൗലോസിനെ പോലെ ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീർച്ചയായിട്ടും അവൻ കൂടുതൽ പ്രയോജനപ്പെടും കേട്ടോ. അവകാശം പറഞ്ഞ് കൽപ്പിച്ചോണേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, സാന്ദ്ര എന്റെ മരുമോളാണ്. മരുമോളുടെ പപ്പായുടെ ബാൾഡ് ഹെഡ് ആണ്. അവരുടെ ഫോട്ടോ ഫ്രണ്ട് റൂമിൽ ഇരിപ്പുണ്ട്. ഏറ്റെടുത്തു സിസ്റ്ററെ. ആലോചന വരുന്നവര് സ്വീകരിച്ചോണം കേട്ടോ. ആമേൻ പറഞ്ഞ് അതിന്റെ അകത്ത് അനുഗ്രഹത്തെ ഞാൻ അങ്ങോട്ട് സ്വീകരിക്കുന്നു പറഞ്ഞോണേ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദർ പല ആലോചന എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്നും ഞാൻ ഏറ്റെടുത്തെന്നും പ്രാർത്ഥിക്കും. അതിന്റെ കൂടെ ബ്രദർ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥന ആവശ്യങ്ങൾ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ബ്രദർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അതുപോലെ ചെയ്തു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നും ഡിക്ലെയർ ചെയ്യും, ഐ വിൽ സീ ഓൾ ദ ആൻസേഴ്സ് ത്രൂ മൈ പ്രേയേഴ്സ് ഇൻ ജീസസ് നെയിം എന്ന്. അങ്ങനെ ദൈവം സാധിച്ചു തന്നു. ഇന്ന് എന്റെ ഗ്രാൻഡ് യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും കിട്ടി. അങ്ങനെ ഓരോന്നും ദൈവം സാധിച്ചു തന്നു. നന്ദി യേശുവേ. ഇന്ന് കർത്താവ് തമ്പുരാൻ നമ്മുടെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് ഇന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ വിഷയത്തിന്റെ മേൽ പ്രവർത്തിച്ചിട്ട് നന്ദി പറയുന്നു. ഇനിയും നന്മ കൊണ്ട് നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. ഞാൻ
ഞാനൊരു എൻ്റെ നെയ്ബർ ഒരു നോൺ ക്രിസ്ത്യൻ ആണ്. അവർക്കൊരു ക്യാൻസർ ആണ്, സ്റ്റമക്കിൽ ഭയങ്കര വേദന. അതുകൊണ്ട് പോയി സ്കാൻ ചെയ്തെല്ലാം എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് 3rd സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് 4th ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ പൈസ എല്ലാം കളക്ട് ചെയ്യുവാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ, പറ്റും 9th-നോ 10th-നോ എങ്ങാണ്ട് അവര് നിശ്ചയിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കാര്യം അതിന്റെ മുമ്പ് കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവര് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു അത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ച് ഞാൻ ആദ്യം ലോങ് ആയിട്ട് അങ്ങ് പ്രൊലോങ് ചെയ്തില്ല, ഞാൻ അങ്ങ് ഷോർട്ടായിട്ട് അത് നിർത്തി. ദൈവം സൗഖ്യം തരുമെന്നായിട്ട് പിന്നെ അങ്ങ് നിർത്തി. പിന്നെ അവരൊരു വൈകുന്നേരമായപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് 4 മണിക്കൂർ ആ വേദനയില്ല. മറ്റത് എല്ലാം 4 hours പാരസിറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മാറിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം 4 hours കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി. ഞാൻ പറഞ്ഞു അത് ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് എനിക്ക് തന്നെ ഒരു ഷോക്കായി പോയി. അങ്ങനെയൊക്കെ വരുമോന്ന് പറഞ്ഞപ്പോ അന്ന് പാസ്റ്റർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നമുക്ക് അതങ്ങ് വിശ്വസിച്ചാൽ മതിയെന്ന്. അത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയ റിസൾട്ടാണ്. പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി, 4th സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോ പെയിൻ കില്ലർ കഴിച്ചാൽ പോലും മാറാത്ത വേദന 4 മണിക്കൂറോളം അത് എന്ത് ചെയ്തു, ഒരു കുഴപ്പമില്ലാതിരുന്നു. അത് കൃപയാൽ അതിന്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്തു, ഹീലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് വേർഡ് അയക്കുക, വചനം അയച്ചു വിടിവിച്ചു. കണ്ടിന്യൂസ് വേർഡ് പറയുക, ഹീലിംഗിന്റെ വേർഡ്സുകൾ അവിടെ പറഞ്ഞ് റിലീസ് ചെയ്യുക. ഹീലിംഗിന്റെ വചനങ്ങളെ റിലീസ് ചെയ്ത് അവരെ ബലപ്പെടുത്തുക, അവർക്ക് വേണ്ടി പറയുക, അവരോട് പറയുക, വ്യക്തിപരമായി പറയുക കേട്ടോ. ഹീലിംഗ് അനോയിന്റിങ്ങിന്റെ ഒരു ഔട്ട് പോറിംഗ് സംഭവിക്കാൻ വേണ്ടി പോവാ. അവര് കേൾക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദർ ഇന്നലെ ഒരു ആലോചന പറഞ്ഞല്ലോ, അത് ഈ 1 രാജാക്കന്മാരെ പുസ്തകത്തിലെ വചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തിന്റെ ആണ് ബ്രദർ പറഞ്ഞത്. അപ്പൊ അതില് 1 രാജാക്കന്മാർ 13:20 തിരുവചനം ഞാൻ എന്റെ ബാഗില് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ എനിക്കത് പറയാൻ പറ്റിയില്ല ബ്രദറിനോട്. അപ്പൊ ഞാൻ അതൊന്ന് ഏറ്റെടുത്ത് പറയുകയാണ്. അത് ഇന്ന് ഞാൻ നിനക്ക് വിജയം തരും, ഞാനാണ് കർത്താവെന്ന് നീ അറിയും എന്ന ആ വചനമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, ആ വചനം കൈവച്ച് ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചോണം. ആ വചനത്തിലെ നന്മ കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോഷി. പറഞ്ഞു ബ്രദറെ. ഇന്നലെ ഈ രാജാക്കന്മാരുടെ ഈ വചനം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ ഒരു ബുക്കില് ഇത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് 1 രാജാക്കന്മാര് 17:14. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കളത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയും ഇല്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു പറഞ്ഞു. അത് കൈവച്ച് ബ്രദറെ, ഇന്നൊക്കെ ആ പദവി പറഞ്ഞു ഒരേ ആലോചന ഒരേപോലെ വരുന്നത് കൈവച്ചിട്ട് ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്, അത് ആക്റ്റീവ് ആകാൻ വേണ്ടി ആ വചനം കേട്ടോ. രാജാക്കന്മാരുടെ പുസ്തകം ആരുടെയൊക്കെ ഭവനത്തിൽ ആ വാക്യങ്ങൾ കിടപ്പുണ്ടോ അവരെല്ലാം കൈവച്ച് പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ അത് തന്നെ പ്രഖ്യാപിച്ചോണം, അത് ആക്റ്റീവ് ആകാൻ വേണ്ടി പോകും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. മുമ്പ് കുറച്ച് നാള് മുന്നേ ബ്രദറ് ഒരു ലാലിന്റെ കുടുംബത്തെ തൊടുന്നെന്ന് പറഞ്ഞു. അപ്പോ ഞാനത് മ്യൂട്ട് മാറ്റിയില്ലായിരുന്നു, പക്ഷെ ഞാനത് ഏറ്റെടുത്തായിരുന്നു. അപ്പോഴാ എന്റെ ബ്രദറായിരുന്നു, മൂത്ത ബ്രദർ. അപ്പം ബ്രദറാണ് ഈ ഇടയ്ക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഐസിയുലായതും പിന്നെ പിറ്റേന്ന് എന്നെ മാറ്റിയതും എല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജിതിന്റെ ഇത് പറഞ്ഞായിരുന്നു, അതും ഞാൻ ഏറ്റെടുത്തായിരുന്നു. ഇപ്പോ ആ മോന് 9-ാം തീയതി അവൻ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ആയി ഒരു പോസ്റ്റിലിടിച്ചു, പോസ്റ്റ് ഒടിഞ്ഞു.
അവന്റെ 2 കാലും തലയും ഒക്കെ പൊട്ടി. പക്ഷെ ദൈവം രക്ഷിച്ചു. ഇപ്പം സർജറി കഴിഞ്ഞ് ഇരിക്കുവാ. എന്താ ഞാൻ പറഞ്ഞില്ലേ, ആലോചന ഏറ്റെടുത്തവര് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശക്തമായിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം മുന്നമേ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അനർത്ഥത്തിന്റെ അകത്തുനിന്നും പ്രതിസന്ധിക്കകത്തുനിന്നും മരണത്തിന്റെ അകത്തുനിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പം സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചോണം. ഇപ്പൊ സൗര്യ പറഞ്ഞ പോലെ സൗര്യ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. മറക്കാതെ ആ ദൂത് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചോണം. ദൈവം തരുന്ന അവസരങ്ങളാണ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അത് അനേകർക്ക് പ്രയോജനപ്പെടും. അതിന്റെ പ്രതിഫലം ദൈവം തരിക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പ്രൈസിലോട് പാസ്റ്ററെ, പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി എന്റെ കാലിന്റെ മുട്ടിൽ ഇങ്ങനെ വേദന വരും, പ്രാർത്ഥിക്കുമ്പോ മാറും, നീര് വരും. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സുമയെ വിളിച്ച് ഞാൻ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് നടക്കാൻ മേലായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എപ്പോഴും വചനം പറയും, പ്രാർത്ഥിക്കുമ്പോ അപ്പം മാറും. എന്നിട്ട് സിസ്റ്റർ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാല് ദൈവകൃപയാലെ ഇപ്പൊ കാലിന്റെ മുട്ടിന്റെ വട്ടത്തിൽ നീരിങ്ങനെ വട്ടത്തിൽ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ മാറി, വേദന മാറി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഞാൻ വചനം പറയും, ഇത് എന്റെ ശരീരം എന്റെ കർത്താവ് വസിക്കുന്ന മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ കർത്താവ് നശിപ്പിക്കുമെന്ന് പറയും. ഇങ്ങനെ വചനങ്ങളെല്ലാം ഇങ്ങനെ പറയുമ്പോ ആ വേദന വിട്ടുമാറും, പിന്നെ വേദന വരില്ല. ആമേൻ. അത്രേ ഉള്ളൂ സിസ്റ്ററെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഇനിയും അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇനിയും അസാധാരണമായ പ്രവൃത്തികൾ കാണുക തന്നെ ചെയ്യും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഓരോ ഡൗട്ട് ചോദിക്കാനായി എന്നാ ഞങ്ങൾക്ക് ഈ സംശയങ്ങളുടെ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ വിഷയമേ നമുക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകുന്ന വിഷയമാണ്. ഇത് ദിവസം സിസ്റ്റർ അത് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഇതിന്റെ ഈ ക്ലാസ്സുകൾ, ഈ ധ്യാനം നമ്മൾ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ. കാരണം വെച്ചാല് നമ്മള് ഈ ചോദ്യോത്തരവേള നേരത്തെ വെച്ചതായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിച്ച ആളുകള് മതങ്ങളെ പലപ്പോഴും അതിന്റെ അകത്ത് നമ്മൾ ലൈവും കൂടെ ഉള്ളതും റെക്കോർഡിങ് എല്ലാം ചെയ്യുന്നത് കൊണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഈ മതങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ഒരു മതത്തെ കുറ്റം പറയാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. അപ്പൊ അത് പല ആൾക്കാരും വായിന്ന് വന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് പിന്നീട് ആ കാര്യങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല ആൾക്കാരും അത് എന്ത് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മളിത് ഒരു വാക്ക് വായിന്ന് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകൾ വചനത്തിൽ നിന്നാകട്ടെ, ആ വചനത്തിൽ നിന്നുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള അവസരങ്ങൾ വെക്കാം കേട്ടോ. മെസ്സേജ് ചെയ്യാം അന്നേരം ആ ടൈമിൽ. അത് തന്നെ, അത് നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ്. ലൈവില് നിങ്ങളത് ഇപ്പൊ സൂമില് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അത് ചോദിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? മോന് 17-ാം തീയതി എക്സാം ആരംഭിക്കുകയാണ്, SLC എക്സാമേ. അപ്പൊ അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം എല്ലാ കുട്ടികളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? മോളെ കുഞ്ഞിന് SLC എക്സാം ആണ് 16-ന് തുടങ്ങുവാണ് ബ്രദറെ, CBSE സ്കീം. 17-ാം തീയതി. കർത്താവ്, ഞാൻ എക്സാം ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ മക്കൾ യഹോവ തരുന്ന അവകാശമാണ്, അവർ തരുന്ന പ്രതിഫലമാണ്. അപ്പൊ മക്കൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ പരീക്ഷയിൽ കർത്താവെ പരാജയങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. ഉന്നത ജയം, മുന്നേറി വരട്ടെ. എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ തലമുറകൾ സാക്ഷ്യമാണല്ലോ, അടുത്തൊരു ജനറേഷന്റെ യേശുവിന്റെ പ്രതിനിധികളാണല്ലോ. അപ്പ ഞങ്ങൾ അങ്ങനെ തന്നെ അവരെ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ